പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ഇന്നലെ അധ്യാത്മ നിത്യന്മാരായ ഭാഗവതന്മാർ, ഭഗവത് ഭക്തന്മാർ, അവരുടെ ലക്ഷണം ഭഗവാൻ പറഞ്ഞു. നിർമാണ മോഹാജിത സംഗദോഷാഃ അധ്യാത്മനിത്യാഃ വിനിവൃത്ത കാമാഃ ദ്വന്ദ്വൈർ വിമുക്താഃ സുഖദുഃഖ സംജ്ഞൈഃ ഗച്ഛന്തി അമൂഢാഃ പദം അവ്യയം തത്. ആ ഭഗവത് പദം, പരമപദം, അതിനെ പ്രാപിക്കുന്നവര്, അതിന് യോഗ്യതയുള്ളവര് ആരാണ്? അവര് എങ്ങനെയുള്ളവരാണ്? ഈ ലക്ഷണങ്ങളൊക്കെ ഭഗവാൻ ഇന്നലെ പറഞ്ഞു. എന്താന്ന് വെച്ചാൽ, ഈ സംസാര വൃക്ഷത്തിനെ മുറിച്ചു തള്ളിയിട്ട് തതഃപദം തത് പരിമാർഗിതവ്യം എന്ന് ഭഗവാൻ പറഞ്ഞു. ചെയ്യേണ്ടത് എന്താണ്? ജീവിതത്തില് വിവേകം ഉദിച്ച ആൾക്ക് പിന്നെ മുമ്പിലുള്ളത് എന്താണ് എന്ന് വെച്ചാൽ, ഈ വൃക്ഷത്തിനെ എങ്ങനെയെങ്കിലുമൊക്കെ വേരോടുകൂടെ വെട്ടിത്തള്ള, അസംഗശസ്ത്രേണ ദൃഢേന ഛിത്വാം തതഃപദം തത് പരിമാർഗിതവ്യം. ആ പരമപദത്തിനെ, ഭഗവത് പദത്തിനെ, ഭഗവത് സാക്ഷാത്കാരത്തിനെ നേടാനുള്ള വഴി നോക്കണം. അതാണ് ചെയ്യാനുള്ളത് എന്നാണ്. ഭാഗവതം തുടങ്ങുമ്പോൾ സൂതൻ പറഞ്ഞു, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇതിൽ 3 പുരുഷാർത്ഥങ്ങളും മോക്ഷത്തിന് ഒരാളെ പരിഭാഗപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. ധർമ്മം ചെയ്യണതും ധാർമ്മികമായി അർത്ഥസമ്പാദനം ചെയ്യണതും ധാർമ്മികമായി കാമനകളെ അനുഭവിക്കുന്നതും ഒക്കെ തന്നെ ചിത്തം ശുദ്ധമായി ഭഗവത് പ്രാപ്തിക്ക്, ആത്മജ്ഞാനത്തിനുള്ള ജിജ്ഞാസ ഉണ്ടാവാൻ, മുമുക്ഷുത്വം ഉണ്ടാവാനുള്ള ചിത്തശുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ വേറെ ഒന്നും കാര്യമില്ല എന്നാണ്. അതങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഈ കർമാനുഷ്ഠാനങ്ങളൊന്നും തന്നെ പ്രയോജനമില്ല. ധർമ്മസ്യ ഹ്യാപവർഗ്യസ്യ നാർത്ഥോ അർത്ഥായോപകൽപ്പതേ നാർത്ഥസ്യ ധർമ്മൈകാന്തസ്യ കാമോ ലാഭായ ഹി സ്മൃതഃ കാമസ്യനേന്ദ്രിയപ്രീതിർലാഭോ ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസാ ന അർത്ഥോ യശ്ചേഹ കർമ്മഭിഃ. ജീവേത യാവതാ ജീവസ്യ തത്വജിജ്ഞാസ. എങ്ങനെയെങ്കിലുമൊക്കെ ലൗകിക ജീവിതം എങ്ങനെ ജീവിക്കാമെന്ന്, യാവതാ ജീവേത, എങ്ങനെയെങ്കിലും കിട്ടുന്നത് കൊണ്ട് ഉപായമായിട്ട് ജീവിച്ചോളാന്ന്. എപ്പടിയോ இருக்க வேண்டியதுதான். உலக வாழ்க்கையில எப்படி இருக்கணும், எப்படியோ இருக்க வேண்டும். ജീവേത യാവത. അപ്പോ ജീവിതത്തിന് പർപ്പസ് എന്താ, ലക്ഷ്യമെന്താ? തത്വജിജ്ഞാസ, നിരൂപണമാണത്. പരമാർത്ഥ തത്വം അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടാക്കിയെടുക്കുക. ബാക്കി ലൗകിക ജീവിതം നമ്മൾ പിടിച്ചിട്ടൊന്നും കിട്ടില്ല, അല്ലേ? ഇപ്പോ മഴ പെയ്യണത് നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ, വെയിലടിക്കണത് നമ്മൾ വിചാരിച്ചിട്ടല്ലല്ലോ, തണുപ്പും ചൂടും നമ്മളുടെ കയ്യിലില്ലല്ലോ, ആയുസ് നമ്മളുടെ കയ്യിലില്ലല്ലോ, രോഗം, വാർദ്ധക്യം, യൗവനം ഒന്നും നമ്മളുടെ കയ്യിലില്ലല്ലോ. പിന്നെ അതിനെക്കുറിച്ച് വിചാരിച്ചിട്ട് എന്ത് കാര്യം? അതുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ കയ്യിലില്ലാത്തതിനെ നിങ്ങൾ എന്തിനു വിചാരിക്കണോ? അതിന്റെ പാട്ടിന് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പാട്ട് നോക്കിയിരിക്കാം. നിങ്ങളുടെ പാട് എന്താ? നിങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് സ്വസ്ഥമായി ജ്ഞാനനിഷ്ഠമാവണം, മോക്ഷത്തിനെ നേടണം എന്ന് പറഞ്ഞു. ഭഗവത് പ്രാപ്തി നേടണം, ഭഗവത് ഭക്തി നേടണം എന്ന് പറഞ്ഞു ഭാഗവതം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്തെങ്കിലും പുസ്തകത്തിൽ നിന്ന് അറിഞ്ഞാൽ പോരാ, ഭഗവത് ഭക്തി ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഭക്തി ഉണ്ടാവുക എന്ന് വെച്ചാലോ അനുഭൂതി ഉണ്ടാവണം. ആത്മാനുഭൂതിക്ക് തന്നെയാണ് ഭഗവത് അനുഭവം എന്ന് പറയുന്നതും. ആ അനുഭൂതി രസം ഉണ്ടാവണം. അനുഭൂതി രസം എന്ന് വെച്ചാൽ ഏതൊരു അനുഭൂതി കിട്ടിയാലാണോ ലോകത്തിലുള്ള അനുഭവങ്ങളൊക്കെ മറന്നു പോവുക, ലോകം തന്നെ മറന്നു പോവുക, അങ്ങനെയുള്ള ഇൻടോക്സിക്കേഷൻ ഉണ്ടാവണം.
യല്ലബ്ധ്വാ പുമാനും അത്തോ ഭവതി സ്തബ്ധോ ഭവതി തൃപ്തോ ഭവതി ആത്മാരാമോ ഭവതി ന കിഞ്ചിത് വാഞ്ചതി ന ശോചത്തെ നോത്സാഹി ഭവതി നർമ്മത്തെ നോദ്വേഗീ ഭവതി എന്നൊക്കെ നാരദൻ ഭക്തിസൂത്രകാരൻ ഗദ്യ ചൂർണിക രചിച്ച പോലെ സൂത്രം രചിച്ചു. എന്ത് കിട്ടിക്കഴിഞ്ഞാലാണോ മത്തൻ ഉന്മത്തനും സ്തബ്ധനും തൃപ്തനും ആത്മാരാമനും ഒക്കെ ആയിട്ട് തീരണത്, ആ ഭഗവത് അനുഭവത്തിനെ സ്വായത്താക്കണം. ഉണ്ണലും ഉറങ്ങലും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും നടക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോ തതഃ പദം തത് പരിമാർഗിതവ്യം. ഏതൊരു പദം കിട്ടിയാലാണോ വീണ്ടും ഈ മനോമണ്ഡലത്തിലേക്ക് ഇറങ്ങി വരാത്തത്. ഈ മനോമണ്ഡലത്തിൽ ഇറങ്ങി വരുന്നത് കൊണ്ടാണ് പുനരപ്പി ജനനം പുനരപ്പി മരണം. മനോമണ്ഡലത്തിൽ ഇറങ്ങി വന്നാൽ ജനിച്ചു. എത്ര കാലം ജനിച്ചു അല്ലേ? എത്ര ജന്മങ്ങളായി. തമിഴിലെ ഒരു ശിവപുരാണം പാടുക, മാർഗഴി മാസത്തിലെല്ലാം പാടുക. അത് തിരുവാചകത്തിലെ முதல் போர்ஷன். அதுல இதுக்கு முன்னாடியே நான் சொல்லியிருக்கேன். அது புல்லாகி பூடாகி புழுவாகி மரமாகி பல்விருகமாய் பறவையாய் பாம்பாய் கல்லாய் மனிதராய் பேயாய் கணங்களாகி வல் அசுரராகி முனிவராகி தேவராய் செல்லானின்ற ஸ்தாவர ஜங்கமத்துள் எல்லா பிறப்பும் பிறந்து இளைத்தேன் எம்பெருமான். ഇളയിത്തു പോയിട്ടേനു, ടയേർഡ്, കളച്ചു പോയിട്ടേ, ക്ഷീണിച്ചു പോയി എന്നർത്ഥം. എത്ര രൂപം, എത്ര വേഷം ഇല്ലേ? ഒരുപാട് വേഷം കെട്ടി അവനവന്റെ ഐഡന്റിറ്റി മറന്നുപോയി. ചിലർ കുറെ കാലം സിനിമയിൽ നടിച്ച് അവസാനം അവർക്ക് ആ വേഷമൊക്കെയാണ് തങ്ങളെന്ന് തോന്നുന്ന പോലെ നമ്മൾക്കും നമ്മളുടെ സ്വരൂപം മറന്നുപോയി. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താ? ആ പരമപദം ഏതൊന്ന് നേടിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ഐഡന്റിറ്റി ഉണ്ടാവില്ലയോ? വീണ്ടും ഈ ഭവരോഗം ഉണ്ടാവില്ലയോ? ജനനം മരണം എന്നുള്ള ചക്രം ഉണ്ടാവില്ലയോ? ആ പരമപദത്തിനെ പ്രാപിക്കണമെങ്കിൽ ഭഗവത് ഭക്തി വേണമല്ലോ. തമേവ ചാദ്യം പുരുഷം പ്രപദ്യ. ആ പരമപുരുഷനെ, ആദിപുരുഷനെ ഞാൻ ശരണാഗതി ചെയ്യണം. എന്തിനാ ശരണാഗതി എന്ന് വെച്ചാൽ, എന്നെ ഒന്ന് ഈ സംസാര ചക്രത്തിൽ നിന്ന് ഇറക്കി തരൂ ഭഗവാനെ. സംസാര ചക്രഗതയേ പരമേശ്വരായ നമഃ. ധൃതരാഷ്ട്രർ പറയാണ് മഹാഭാരതത്തില്, ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്ന് ഉപദേശിക്കുകയാണേ, ഇങ്ങനെയൊന്നും നിങ്ങളെ കണ്ണും കാണില്ല, മക്കളൊക്കെ മഹാദുഷ്ടന്മാര്, ഈ പാണ്ഡവരോടൊന്നും നല്ല വിധത്തിൽ പെരുമാറിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്ന് അക്രൂരർ ചെന്ന് ചോദിക്കുകയാണ്. കൃഷ്ണൻ അക്രൂരരെ ദൂതനയച്ചു. ചെന്നിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രരെ ചെന്ന് ഉപദേശിക്കുകയാണ്, ഈ പാണ്ഡവരോട് ഇങ്ങനെ പെരുമാറരുത്, ശണ്ട കൂടരുത്, അവരെയൊക്കെ സ്വന്തം മക്കളെ പോലെ കരുതണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തപ്പോ ധൃതരാഷ്ട്രർ പറയാണ്, എന്റെ കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയണതാണ് ശരിയെന്ന് തോന്നും. ഭീഷ്മർ പറയുമ്പോൾ ഭീഷ്മർ പറയണതാണ് ശരിയെന്ന് തോന്നും. എല്ലാം കഴിഞ്ഞിട്ട് ഈ ദുര്യോധനനെ ഒന്ന് നന്നാക്കണമെന്ന് ഞാൻ വിചാരിക്കുമ്പോൾ അവനെ കാണുമ്പോൾ അവൻ പറയണതാണ് ശരിയെന്ന് തോന്നും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാന്ന്? ഇതെന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ കാരണം? അതിപ്പോ എനിക്കെന്തറിയും? തസ്മൈ നമഃ ദുരവബോധവിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വരായ. ആ പരമേശ്വരന് ഞാൻ ഒരു നമസ്കാരം ആദ്യം വെച്ചു കൊടുക്കട്ടെ. എന്താ പരമേശ്വരൻ ചെയ്യണത്? ദുരവബോധ വിഹാരതന്ത്ര സംസാര ചക്രഗതയേ പരമേശ്വര. മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തില് ഈ മനസ്സ് എന്ന് പറയുന്ന ചക്രം ഡ്രൈവർ അദ്ദേഹമാണ്. അതുകൊണ്ട് ഓരോ സമയത്ത് ഓരോന്ന് തോന്നിപ്പിക്കണു, ഓരോ വിധത്തിൽ പ്രവർത്തിപ്പിക്കണു. ഇതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്ന ചോദിക്കണത് അല്ലേ? ഈ ധൃതരാഷ്ട്രരുടെ വാക്ക് കേൾക്കുമ്പോ സത്സംഗത്തിലിരിക്കുന്ന പല ആളുകൾക്കും തോന്നും നമ്മളുടെ കഥയാണത്. പലരും പറയാറുണ്ട്, കേൾക്കുമ്പോ ഇതൊക്കെ വേണം തോന്നും, വീട്ടിൽ പോയി അതാണ് ശരിയെന്ന് തോന്നും, നാട്ടിലിറങ്ങി അതാണ് ശരിയെന്ന് തോന്നും. എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് പ്രകൃതി എന്ന് പറയണത്. അപ്പൊ ആ പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുഹൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. അപ്പൊ പ്രകൃതിയെ എങ്ങനെ ജയിക്കും?
പ്രകൃതിക്ക് അപ്പുറത്ത് നിൽക്കുന്ന പരമേശ്വരനുണ്ടല്ലോ, ആ ആദിപുരുഷനെ നമസ്കരിച്ച് ശരണാഗതി ചെയ്തിട്ട് പറയാണ് ഒന്ന് വെളിയിലാക്കാൻ, പുറത്തേക്കൊന്ന് വിടുക. ആ ഭഗവാന്റെ കൃപയെ ആശ്രയിച്ച് നിൽക്കാൻ. നമ്മളുടെ മനസ്സ് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് മനസ്സിനെ ഭഗവാന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കണം. ഭഗവാനോട് പറയാണ്, ഈ മനസ്സ് ഭഗവാനെ ഞാൻ അങ്ങോട്ട് തന്നു, എന്നെ ഒന്ന് ശരിയാക്കിയിട്ട് ഉരുപ്പടിയാക്കിയിട്ട് ഒന്ന് തരിക. ഞാൻ വിചാരിച്ചിട്ടൊന്നും രക്ഷയും. സാധന, ഭക്തി സാധന എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഭക്തി സാധന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അടുത്ത് പറയുക, ഭഗവാനെ എന്റെ ശരീരം എടുത്തോളുക, എന്റെ മനസ്സെടുത്തോളുക, എന്നെ എടുത്തോളുക, എന്നെ ഒന്ന് ശരിയാക്കി തരുമെന്ന്. ഞാൻ വിചാരിച്ചിട്ട് ശരിയാക്കാനൊന്നും വയ്യ. നോക്കിയേ കരുതിമൈ താക്കിയേ പക്കുവം ആക്കി നീ ஆண்டு அருள் அருணாச்சலம். இதுக்கு மேல ஒரு பிரார்த்தனையே பண்ண முடியாது. ஈஸ்வரன் கிட்ட நீ கருணை பண்ணி நோக்கியே மெய் தாக்கியே அப்படின்னா என்னை எப்படி எப்படி டிசிப்ளின் பண்ணணுமோ அந்த மாதிரி பண்ணி, பக்குவம் ஆக்கியே என்னை மெச்சுவரா பண்ணி, ஆண்டு உன்னுடைய வசத்துல என்னை வச்சுண்டு ஆள் கொண்டு அருள் அருணாச்சல, உன்னோட கிருபைக்கு நீ என்னை பாத்திரமா பண்ணணும். உன்னோட சாட்சா்காரத்துக்கு பகவத் அனுபவத்துக்கு என்னை പാത്രമാ பண்ணணும். അപ്പോ അതിന് ആ പരമപുരുഷനെ തന്നെ ഈ സംസാര വൃക്ഷത്തിനെ വെട്ടിക്കളയാൻ ഭഗവാൻ പറഞ്ഞു, അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ. ശ്രീമദ് ഭാഗവതത്തിലെ കപിലോപദേശത്തില്, കപിലോപാഖ്യാനത്തില് ദേവഹൂതി പറഞ്ഞു, സദ്ഗുരുവായിട്ട് മകനെ തന്നെ അമ്മ വരിച്ചു അല്ലേ. അപ്പോ മകന്റെ അടുത്ത് ദേവഹൂതി കപില ഭഗവാന്റെ അടുത്ത് പറയണതാണ്, അവിടുന്ന് എനിക്ക് ഈ സംസാരമാകുന്ന വൃക്ഷത്തിനെ വെട്ടുന്ന കോടാലിയാണ്. ഗുരുവിനെ പലരും പല പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ദേവഹൂതി പറഞ്ഞു, അവിടുന്ന് എനിക്കൊരു കോടാലിയാണ്, പരശു. അവിടെ എന്താ വാക്ക്? കുഠാരം. കുഠാരമാണ് അവിടുന്ന്. ഈ സംസാര വൃക്ഷത്തിനെ വെട്ടുന്ന കുഠാരമാണ്. അതുകൊണ്ട് സർജറിക്ക് ഡോക്ടറുടെ അടുത്ത് കൊടുക്കണ പോലെ ആ ഭഗവാന്റെ കയ്യില്, സദ്ഗുരുവിന്റെ കയ്യിൽ അങ്ങോട്ട് കൊടുത്ത് എന്നെ സംരക്ഷിക്കാന്ന് കൊടുക്കുകയാണ്. അപ്പോ ആ പരമപദം ഏതാണ്? ഏത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നേടാനില്ലയോ? ഏതൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനുമേലെ അറിയാൻ ഒന്നുമില്ലയോ? ഏതൊന്ന് പരമപ്രകാശമോ അതിനെ സൂര്യ ചന്ദ്ര അഗ്നി മുതലായിട്ടുള്ള എല്ലാ പ്രകാശഗോളങ്ങളെക്കാളും പ്രകാശമാനമായിട്ടുള്ളത് എന്ന് പറഞ്ഞു. ഇപ്പോ പ്രകാശം എന്ന് വെച്ചാൽ ബാഹ്യമായ പ്രകാശത്തിന്റെ കാര്യമല്ല ഇവിടെ പറയണത്. സൂര്യൻ പുറത്ത് പ്രകാശിക്കുന്നുണ്ട്, ചന്ദ്രൻ പുറത്ത് പ്രകാശിക്കുന്നുണ്ട്, വിളക്ക് പ്രകാശിക്കുന്നുണ്ട്. ഇവിടെ പ്രകാശം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം, അറിവ് എന്നാണ് അർത്ഥം. ഇപ്പോ വെളിച്ചത്തിന് പോലും വെളിച്ചം എന്നുള്ള പേര് അറിവ് എന്നുള്ള അർത്ഥത്തിലാണ്. പദാർത്ഥങ്ങളെ അറിയിക്കുന്നത് കൊണ്ട് അതിന് പ്രകാശം എന്ന് പേര്. ഇപ്പോ സ്വയമേവ വെളിച്ചം തന്നെ അറിയണ പോലെ ഏതൊരു അറിവ് കൊണ്ട് തന്റെ അനുഭവം ഉണ്ടാവുമോ, ആത്മാനുഭവം ഉണ്ടാവുമോ, ആ അറിവ് സൂര്യനേക്കാളും ചന്ദ്രനേക്കാളും വിളക്കിനേക്കാളും നമുക്ക് പ്രയോജനകരമായിട്ടുള്ള പ്രകാശമാണ്. ആത്മജ്ഞാനം എന്ന് പറയണത് എവിടെ ഉണ്ടാവണത്? ഇപ്പോ ഒരു അറിവ് ബുദ്ധിയിലോ മനസ്സിലോ ഉണ്ടാവണതെങ്കിൽ ബുദ്ധിയും മനസ്സും പോയാൽ അത് പോയി പോകും. ആത്മാനുഭവം എന്ന് പറയുന്നത് ആത്മാവിൽ തന്നെ ഉണ്ടാകണ നിശ്ചയമാണ്. സ്വരൂപ നിശ്ചയം എന്നാണ് നമ്മൾ അതിന് പറയുക. ആ സ്വരൂപ നിശ്ചയം സ്വരൂപത്തിൽ തന്നെ ഉണ്ടാവണതായതുകൊണ്ട്, തന്നിൽ തന്നെ ഉണ്ടാവണതായതുകൊണ്ട് അതിന് ഇറ്റ് ഈസ് മോർ ഇന്റിമേറ്റ് ദാൻ എനിത്തിങ് ഔട്ട്സൈഡ്. പുറത്തുള്ളതിനേക്കാളും ഒക്കെ തന്നെ അത് നമ്മളിൽ തന്നെ ഉള്ളതാണ്. ബോധം ബോധം പ്രതിവിദിതം. ഉപനിഷത്ത് പറഞ്ഞു, ഓരോ ബോധത്തിലും ഓരോ ഉണർവിലും അറിയപ്പെടുന്നതാണ് ആത്മ. ഇപ്പൊ സൂര്യൻ പകലേ ഉള്ളൂ, ചന്ദ്രൻ പക്ഷകാലത്ത്
രാത്രിയിലേ ഉള്ളൂ. വിളക്ക് കൊളുത്തി വെച്ചാലേ ഉള്ളൂ. ഇരുട്ടിലും വെളിച്ചത്തിലും പകലിലും രാത്രിയിലും ഋതുക്കളിലും ഏത് കാലത്തിലും ഒരു മാറ്റവും കൂടാതെ അനുഭവപ്പെടുന്ന ഒന്നേ ഉള്ളൂ, ബോധം. ആ അനുഭവത്തിലാണ് സൂര്യചന്ദ്രാദി ഗോളങ്ങളൊക്കെ അറിയപ്പെടുന്നത്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്, മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ. ആ പൊരുളാണ് പദം എന്ന് പറഞ്ഞത്. അതാണ് ഇന്നലത്തെ ശ്ലോകം. നതത് ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ. ആ പരമപദം താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. അത് നമ്മളുടെ സ്വരൂപമാണെന്ന് ഉറയ്ക്കുന്നതാണ് സാക്ഷാത്കാരം. അത് തന്നെ ഭഗവത് അനുഭവം. ആ അനുഭവം വന്നു കഴിഞ്ഞാൽ, ആ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾക്ക് ഭഗവാൻ എന്ന് പറയുന്നത് എവിടെയോ ഉള്ള ഒരു വസ്തുവല്ല, ശാസ്ത്രങ്ങളിൽ പറയുന്ന ഒരു വസ്തുവല്ല, നമ്മളുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ അനുഭവത്തിൽ സദാ ജ്വലിക്കുന്ന നമ്മളുടെ സ്വരൂപമാണ്. ആ അനുഭൂതിയെ ആണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് പദം അവ്യയം തത്, അവ്യയമായ പരമപദം എന്ന് പറഞ്ഞു. ആ അനുഭൂതി സിദ്ധിച്ചിട്ടുള്ളവര് അമൂഢാഹ, അവർ ജ്ഞാനികളാണ് എന്ന് പറഞ്ഞു. അവരുടെ മൗഢ്യം പോയിരിക്കണമെന്ന് പറഞ്ഞു. ഇനി ആ ചൈതന്യത്തിനെ തന്നെ ഉപാധികളോട് സംബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ജീവൻ എന്ന് വിളിക്കുന്നു. അദ്വൈതികൾക്ക് ദ്വൈതി വിശിഷ്ടാദ്വൈതികളോട് ആരോടും കലഹല. കാരണം അദ്വൈതത്തിന് അറിയാം ഇതൊക്കെ തന്നെ സാധനാമണ്ഡലത്തിൽ വേണ്ടതാണ്. ഋഷിപരമ്പരയിൽ ഭഗവത്പാദ ശങ്കരാചാര്യർ മാത്രമേ ആചാര്യസ്ഥാനത്തില് അദ്വൈതാചാര്യരായിട്ട് നിൽക്കണുള്ളൂ. ശ്രീരാമാനുജനും മധ്വാചാര്യരും നിംബാർക്കനും ചൈതന്യ മഹാപ്രഭു സിദ്ധാന്തിയല്ല എങ്കിലും ഈ സിദ്ധാന്തം ചെയ്ത ശ്രീവല്ലഭാചാര്യരും ഇവരൊക്കെ ദ്വൈതികളാണ്. ഈ ദ്വൈത സമ്പ്രദായക്കാരെല്ലാവരും ഉപാസനാ സമ്പ്രദായങ്ങളെ സംരക്ഷിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ്. ആചാര്യസ്വാമികൾ മാത്രമാണ് സാർവജനീനമായ ഔപനിഷദമായ തത്വത്തിനെ പറയാനായിട്ട് വന്നത്. പക്ഷേ ആചാര്യ പരമ്പരയിൽ വന്നവരാരും ബാക്കിയുള്ളവരെ നിഷേധിച്ചില്ല. എന്താന്ന് വെച്ചാൽ ഉപാസനാ സമ്പ്രദായങ്ങളൊക്കെ വേണ്ടതാണ്, ഓരോ വ്യക്തിക്കും ആവശ്യമുള്ളതാണ്. ഉപാസന കൊണ്ട് ശുദ്ധമായ ചിത്തത്തിലെ ജ്ഞാനം ഉണ്ടാവുള്ളൂ. ഒരു ലെക്ചർ കേട്ടതുകൊണ്ടോ വേദാന്ത ക്ലാസ്സിൽ പോയതുകൊണ്ടോ ജ്ഞാനം ഉണ്ടാവില്ല. ഉപാസന കൊണ്ട് ശുദ്ധമായി ചിത്തത്തിലെ ജ്ഞാനം ഉണ്ടാവുള്ളൂ എന്ന് അവർക്കറിയാം. അപ്പൊ ഉപാസനാ മണ്ഡലത്തിലെ ഞാൻ, നീ, അവൻ എന്നുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടാവും. അവിടെ ഞാൻ അംശമാണ്, ഭഗവാൻ അംശിയാണ്. ശ്രീവൈഷ്ണവ സമ്പ്രദായം എന്ന് പറയുന്നത് അതാണ്. ഭഗവാൻ അംശിയും നമ്മളൊക്കെ അംശവും. ഹനുമാൻ ഒരിക്കൽ രാമനോട് പറഞ്ഞു, ഭഗവാനെ എനിക്ക് 3 ഭാവമുണ്ട്. രാമൻ ചോദിച്ചു ഹനുമാനോട്, നിനക്ക് എന്നോട് എന്ത് ഭാവമാണെന്ന് ചോദിച്ചു. അപ്പൊ ആഞ്ജനേയ സ്വാമി പറഞ്ഞു, ദേഹബുദ്ധ്യാതു ദാസോഹം ജീവബുദ്ധ്യാ ത്വദംശകഃ ആത്മബുദ്ധ്യാ ത്വമേവാഹം ഇതി മേ നിശ്ചിതാമതിഃ. ഞാൻ ദേഹമാണെന്ന് തോന്നുമ്പോ, ഞാൻ ശരീരമാണെന്ന് തോന്നുമ്പോ ഞാൻ അങ്ങയുടെ ദാസനാണ്. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നും ഞാൻ ഈ ശരീരമല്ല, പക്ഷെ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കണ ഒരു ജീവനാണ്, ഒരു ചൈതന്യമാണെന്ന് തോന്നുമ്പോ അഖണ്ഡപൂർണമായ അവിടുത്തെ ഒരു അംശമാണ് ഞാൻ. ഞാനൊരു സ്പാർക്കാണ്, അങ്ങ് അഗ്നിയാണ്. ഞാൻ ആത്മാവാണെന്നുള്ള അനുഭവത്തിലേക്ക് വരുമ്പോ ഞാൻ വേറെയല്ല, നിങ്ങൾ വേറെയല്ല, അങ്ങ് തന്നെയാണ് ഞാൻ. ത്വമേവാഹം ഇതി മേ നിശ്ചിതാമതിഃ. ഈ ഒരു ശ്ലോകത്തിലെല്ലാം ദ്വൈതം, വിശിഷ്ടാദ്വൈതം, അദ്വൈതം എല്ലാം അടങ്ങി.
ഇത് ഈ അവസ്ഥകൾ എല്ലാ സാധകന്മാർക്കും സിദ്ധന്മാർക്കും ഉണ്ടാവും. മഹാപുരുഷന്മാർ പോലും ഈ 3 പ്ലെയിനിലും നിൽക്കും അല്ലേ? ശങ്കരാചാര്യർ തന്നെ ശിവാനന്ദ ലഹരിയില് ഭഗവത്പാദർ തന്നെ ഭഗവാനോട് പറഞ്ഞു, പ്രഭുസ്ത്വം ദീനാനാം ഖലു പരമബന്ധു പശുപതേ പ്രമുഖ്യോഹം തേഷാമപി കിമുത ബന്ധുത്വമനയോ ത്വയൈവ ക്ഷന്തവ്യാഃ ശിവമദപരാധാശ്ച സകലാഃ പ്രയത്നാത് കർത്തവ്യം മദവനമിയം ബന്ധുസരണി. ഞാൻ അവിടുത്തെ ദാസനാണ്, ദീനനാണ്. ഈ ദൈന്യഭാവം എവിടെ വരണു? ശരീരമണ്ഡലത്തിൽ വരുമ്പോൾ. രമണ ഭഗവാൻ അക്ഷരമണമാലയിൽ എൻ പോലും ദീനரை ഇൻപുറ കാത്തിന് എന്നാളും വാഴ്ന്തരുള അരുണാചല. ആ ദൈന്യഭാവം ശരീരമണ്ഡലത്തില്. ജീവഭാവത്തിലിരിക്കുമ്പോൾ അവിടുത്തെ ഒരു അംശമാണ് ഞാൻ, ഭഗവാന്റെ ഒരു അംശമാണ്. ആത്മാനുഭവത്തിൽ വരുമ്പോ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ഭഗവാൻ പറഞ്ഞു, ക്ഷേത്രജ്ഞനായിട്ട് പ്രകാശിക്കുന്നത് ഞാൻ തന്നെയാണ് അർജുന. നീ ക്ഷേത്രജ്ഞൻ എന്ന് ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനാണ്. ആത്മവിചാരം ചെയ്യുമ്പോഴും ഒരു സ്റ്റേജ് വരയ്ക്കും നമുക്ക് തോന്നും, ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല, ഇതിനകത്ത് ഞാനെന്നൊന്ന് അനുഭവപ്പെടുന്നു. ഈ ഞാൻ എന്നുള്ളതിന്റെ സ്വരൂപം എന്താണ് എന്ന് ആരാഞ്ഞു നോക്കുമ്പോൾ ഉള്ളില് ഒരു അനുഭവം വന്നു, അഹങ്കാരമല്ലാത്ത എന്തോ ഒരു വസ്തു. അങ്ങനെ അനുഭവിക്കുമ്പോഴും ഈ ദേഹമുണ്ട്, ദേഹത്തിന്റെ ഉള്ളിലാണ് അനുഭവം വരുന്നത് എന്നുള്ള അജ്ഞാനം അതേപടി നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മള് ശരീരവും അഹങ്കാരത്തിനെയൊക്കെ തരണം ചെയ്തു പോയെങ്കിലും ഈ ആത്മവിചാരം ഞാൻ ചെയ്യണമെന്നുള്ളൊരു വിചാരവും, ആത്മവിചാരം കൊണ്ട് ഇതിനകത്തൊരു ജീവൻ, ഒരു അംശത്തിനെ, ആ അംശം ദേഹത്തുനിന്ന് വേറെയാണ്, പക്ഷെ ഇതിന്റെ ഉള്ളിലിരിക്കുന്നതായിട്ടാണ് അനുഭവം എന്ന് വരുമ്പോ പൂർണ്ണമായിട്ടില്ല, പൂർണ്ണമായില്ല. എപ്പോഴാണോ ഘടത്തിന്റെ ഉള്ളിലുള്ള ആകാശം മഹാകാശം തന്നെയാണ്, ഘടം ഉണ്ടാവട്ടെ, കുടം ഉടഞ്ഞു പോവട്ടെ, ആകാശം മഹാകാശം തന്നെയാണ് എന്നുള്ള റെക്കഗ്നിഷൻ ഉണ്ടാവുകയും ഘടാകാശം മഹാകാശേ ഇവാത്മാനം പരാത്മനി വിലാപ്യ അഖണ്ഡഭാവേന തൂഷ്ണീം ഭവ സദാമുനേ. കുടത്തിലുള്ള ആകാശം മഹാകാശത്തില് ഒന്നാണെന്ന് അറിയണ പോലെ ഇതിനകത്തുള്ളത് അഖണ്ഡവും അദ്വയവുമായ പൂർണ്ണവസ്തുവാണെന്നുള്ള തത്പദലക്ഷ്യാർത്ഥ ഭാനം, പ്രത്യഭിജ്ഞ. ഈ ഇങ്ങനത്തെ ശാസ്ത്രവാക്കുകളൊക്കെ ഞാൻ പറയാൻ കാരണം കുറച്ചൊക്കെ അലൗകിക ശബ്ദങ്ങളൊക്കെ ചെവിയിൽ വീഴും, അതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ റെഡിമെയ്ഡ് വാർത്തകൾ തന്നെ കിട്ടിക്കൊണ്ടിരിക്കും നമുക്ക്. അങ്ങനെ തത്പദലക്ഷ്യാർത്ഥ പ്രകാശം ഹൃദയത്തില് ആ സ്വരൂപപ്രകാശം ഉണ്ടാവണം. അതിനാണത്. അപ്പോ ഭഗവാൻ പറഞ്ഞു, ഹേ അർജുന, ഈ ജീവനൊക്കെ ഉണ്ടല്ലോ എന്റെ അംശമാണ്. അതാണ് അടുത്ത ശ്ലോകം. നോക്കൂ, മമൈവ അംശോ ജീവലോകേ ജീവഭൂത സനാതനഃ മനഃഷ്ഠാനീന്ദ്രിയാണി പ്രകൃതിസ്ഥാനി കർഷതി. ജീവൻ എന്ന് പറയുമ്പോ പ്രകൃതിക്കുള്ളിലാണ്. 6 ഇന്ദ്രിയങ്ങളോടുകൂടിയുള്ള ജീവൻ എന്നാണ് പറയണത് ഭഗവാൻ. 5 ഇന്ദ്രിയങ്ങളല്ലേ നമുക്ക് പറയുള്ളൂ, ശബ്ദ സ്പർശ രൂപ രസകൻ. മനഃഷ്ഠാനീന്ദ്രിയാണി എന്നാണ്, മനസ്സോടുകൂടി ചേർന്ന് 6 ഇന്ദ്രിയങ്ങൾ. വാസ്തവത്തിൽ മനസ്സാണത്ര ഇന്ദ്രിയം, ബാക്കിയൊക്കെ ദ്വാരങ്ങൾ മാത്രമാണെന്നാണ്, വെറും ഓട്ടകൾ മാത്രമാണ്. ഇല്ലേ? കണ്ണ് കാണാത്ത ആൾക്കും കണ്ണുണ്ട്, ഈ ദ്വാരമൊക്കെ ഉണ്ട്, കാണുന്നില്ല. കാണായ്മയ്ക്ക് കാരണം എന്താ? കണ്ണെന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട് അയാൾക്ക്, കാണാനുള്ള സെൻസും ഉണ്ട് അയാൾക്ക്, ഇല്ലാതിരിക്കില്ല. കണ്ണുണ്ട്, കാണാനുള്ള സെൻസ് ഉണ്ട്. അതുകൊണ്ട് ചെവി കേൾക്കുമെങ്കിൽ പുറകെ പോയിട്ട് അങ്ങനെ കൈ തട്ടിയാൽ അയാൾ തിരിഞ്ഞു നോക്കും. ഈ കണ്ണ് കാണാത്ത ആൾ എന്തിനാ തിരിഞ്ഞു നോക്കണത്? തിരിഞ്ഞു നോക്കാനുള്ള സെൻസൊക്കെ ഉണ്ട്, നോക്കാനുള്ള സെൻസ് ഉണ്ട്, പുറത്തേക്ക് വിടുന്നില്ല, അത്രയേ ഉള്ളൂ. അത്
ദ്വാരങ്ങളൊക്കെ ഉണ്ട്. ദ്വാരി അതിലൂടെ കാണുന്നില്ല. ശരിക്കും ശാസ്ത്രം പറഞ്ഞാൽ ഉള്ളിലങ്ങോട്ട് തീരുമാനിച്ചു, ഞാൻ ഇതിലൂടെ കാണില്ല. സ്വപ്നം കാണും. കണ്ണ് കാണാത്ത ആൾക്ക് സ്വപ്നം കാണില്ലേ? സ്വപ്നം കാണും. സ്വപ്നം എങ്ങനെ കാണും? നമ്മളെ പോലെയാണോ? കണ്ണ് കാണുന്നവരെ പോലെയാണോ? ജന്മനാ അന്ധനായ ഒരുത്തൻ കണ്ണ് കാണുന്നവരെ പോലെ തന്നെയാണോ സ്വപ്നം കാണുന്നതെന്ന് വെച്ചാൽ അതേപോലെ കാണും. അതെങ്ങനെയാന്ന് വെച്ചാൽ കണ്ണ് കാണാത്ത ആള് എങ്ങനെ സ്വപ്നം കാണുവോ അങ്ങനെയേ കണ്ണ് കാണുന്ന നമുക്കും കാണാൻ പറ്റുള്ളൂ. അതാണ് വാസ്തവം. അല്ലാതെ നമ്മളെ പോലെ അയാൾ കാണുന്നു എന്നുള്ളതല്ല. കണ്ണ് കാണാത്ത ആള് വികാരപ്രത്യക്ഷമാണല്ലോ സ്വപ്നം എന്ന് പറയുന്നത്, അല്ലേ? വികാരപ്രത്യക്ഷമാണ്, അല്ലാതെ ഇതുപോലത്തെ രൂപമല്ല. രൂപം പോലെ നമുക്ക് ഇപ്പൊ എണീറ്റിട്ട് തോന്നുമെന്നല്ലാതെ വികാരപ്രത്യക്ഷമാണ് സ്വപ്നം. ആ വികാരപ്രത്യക്ഷം സ്വപ്നത്തിൽ അന്ധനൊന്നും തടസ്സമില്ല, സുഖമായിട്ട് കാണും, വെളിച്ചമായിട്ട് കാണും. നല്ല വെളിച്ചമുള്ളില് തൈജസ എന്നാണ്. അപ്പൊ ആ സ്വപ്നം കാണുന്ന സ്ഥലത്ത് നോക്കുക, കണ്ണ്, ചെവി, മൂക്ക്, നാക്കൊക്കെ ഏകരൂപമായി മനസ്സ് തന്നെ പ്രവർത്തിക്കണം. അവിടെ ഞാൻ എന്നുള്ള അഭിമാനം ഒക്കെ കൂടെ ആ ജീവൻ എന്ന് പറയുന്ന മൂവ്മെന്റിനെ നിങ്ങൾക്ക് അവിടെ കാണാം. അംശം എന്നൊക്കെ നമ്മൾ പറയണ്ടല്ലോ, ഇപ്പൊ ഈഗോ എന്നൊക്കെ നമ്മൾ പറയണ്ട്, പേഴ്സണാലിറ്റി. ആ പേഴ്സണാലിറ്റിയെ ഡ്രീം സ്റ്റേറ്റിൽ നല്ലവണ്ണം നിങ്ങൾക്ക് കാണാം. അത് പേഴ്സണാലിറ്റി ഇല്ലാത്ത സ്റ്റേറ്റ് ആണ് സുഷുപ്തി. ഇതേ ഇരിക്കട്ടെ വാവാണ്. എന്നിട്ട് ഓടിക്കാൻ തോന്നുന്നു, കണ്ടില്ലേ നിങ്ങൾക്ക് ഇത്ര ഭാഗവതം കേട്ടിട്ട്? അപ്പോ സ്വപ്നം, സുഷുപ്തിയിലെ പേഴ്സണാലിറ്റി ഇല്ലാത്ത അനുഭവം നമുക്കുണ്ട്. അവിടുന്ന് ഉരുത്തിരിഞ്ഞിട്ടാണ് ഈ സ്വപ്നത്തിലേക്ക് പേഴ്സണാലിറ്റി വരണത്, അല്ലേ? അപ്പൊ സ്വപ്നാവസ്ഥയിൽ നല്ലവണ്ണം നമുക്കത് കാണാം. ജീവൻ എന്ന് പറയുന്ന മൂവ്മെന്റ്. യേഷു സുപ്തേഷു ജാഗർത്തി കാമം കാമം പുരുഷോ നിർമ്മിമാണഃ തദേവ ശുക്രം തദ് ബ്രഹ്മ തദേവാമൃതമുച്യത്തെ തസ്മിൻ ലോകാശ്രിതാഃ സർവേ തദുനാത്യേതി കശ്ചന ഏതദ്വൈ തത്. കഠോപനിഷത്ത് മന്ത്രമാണ്. ഉറങ്ങിക്കിടക്കുമ്പോഴും ആരൊരുത്തനും ഉണർന്ന അനേക കാമനകളെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ ആ സ്വാപ്നിക പുരുഷനുണ്ടല്ലോ, അവന്റെ ശക്തിയിലാണ് ഇത്ര പ്രപഞ്ചമേ നിൽക്കുന്നത്. ആ വസ്തു കണ്ണിലൂടെ പുറത്തു വന്ന രൂപമായി, ചെവിയിലൂടെ ശബ്ദമായി, മൂക്കിലൂടെ മണമായി, നാക്കിലൂടെ രുചിയായി, ത്വക്കിലൂടെ സ്പർശമായി. അത് ഉള്ളിലേക്ക് വലിഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നമായി, ഉറങ്ങിക്കഴിഞ്ഞാൽ ഏകപിണ്ഡമായി സുഷുപ്തിയിലെ സുഖം മാത്രമായി അവശേഷിച്ച് നിൽക്കും. അപ്പോ ആ ജീവൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പൂർണ്ണമായ അനുഭവം വരാത്തിടത്തോളം അംശം എന്നേ പറയാൻ പറ്റുള്ളൂ. ഭഗവാന്റെ അംശം, സ്പാർക്ക്. ഭഗവാൻ അഗ്നിയാണ്, നമ്മളൊക്കെ സ്ഫുലിംഗങ്ങളാണ്. മമ ഏവ പരമാത്മനഃ അംശോ ഭാഗഃ അവയവഃ ഏകദേശഃ ഇതി അനർത്ഥാന്തരം. ആചാര്യസ്വാമി പറഞ്ഞു, ഭഗവാന്റെ ഏകദേശ രൂപം, ചെറിയ ചെറിയ അംശം, കുറച്ച് കുറച്ച് ഈശ്വരത്വം അപ്പപ്പോ മനുഷ്യനിൽ പ്രകാശിക്കും. ഈശ്വരന്റെ ലക്ഷണങ്ങളൊക്കെ അവനില് സ്പാർക്സ് ഉണ്ടാവുന്നു. ജീവനില് ഈശ്വര സാന്നിധ്യം കാണുന്നു, അല്ലേ? ഭാഗവതത്തില് കപില ഭഗവാൻ പറഞ്ഞു, ഈശ്വരോ ജീവകലയാ പ്രവിഷ്ടോ ഭഗവാൻ ഇതി. ഈശ്വരൻ തന്നെ ജീവൻ എന്ന് പറയുന്ന കലയോടുകൂടെ സർവത്തിന്റെ ഉള്ളിലേക്കും പ്രവേശിച്ചിരിക്കുന്നു. ജീവകല, കല എന്ന് വെച്ചാൽ അംശം. ഇപ്പൊ കല കല அப்படி ആർട്ടുங்கிறோமே, ആർട്ട് அப்படின்னாலே അംശംனு தான் അർത്ഥം. കല എന്ന് പറഞ്ഞാൽ അംശാണ്. അപ്പൊ തന്നെ നമുക്ക് തോന്നുന്നു, ചോദ്യം വരും, പൂർണ്ണം എന്താണെന്ന്. പൂർണ്ണം മൗനമാണ്. മൗനത്തിലുണ്ടാവുന്ന രസം സംഗീതത്തിലോ ഡാൻസിലോ ചിത്രകലയിലോ ഒന്നിലുമില്ല. മൗനത്തിനെ വ്യംഗ്യത്തിൽ കൊണ്ടുവരാനുള്ള ഒരു
വിഫല ശ്രമമാണ് ആർട്ടൊക്കെ. മൗനത്തിന്റെ രസത്തിനെ ഒന്ന് കൊണ്ടുവരാനും അഭിവ്യഞ്ജനം ചെയ്യാനുള്ള ഒരു വൃഥാശ്രമമാണ് ഈ കലകളൊക്കെ തന്നെ. അത് ആ മൗനത്തിനെ ഒന്ന് തൊട്ടിട്ട് വരും, അപ്പോഴൊന്നും അത് ഫലിക്കില്ല. നേരെ മറിച്ച് മൗനത്തിൽ നിന്നും വാക്കുണ്ടാവുമ്പോ, മൗനത്തിൽ നിന്നും കലകൾ പൊന്തുമ്പോ ആ കല കുറെയൊക്കെ ആ മൗനരസത്തിനെ, ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരണ പോലെ ആ മൗനരസത്തിനെ വാക്കിന്റെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെയൊക്കെയാണ് മഹാത്മാക്കളുടെ കൃതികളും കീർത്തനങ്ങളും മന്ത്രങ്ങളിലും ഒക്കെ ഒരു അലൗകികത ഉണ്ടാവണത്. സാഹിത്യകാരന്മാരൊക്കെ ചിന്തിച്ചു, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെയാണ് ഋഷികൾ ഉപയോഗിക്കുന്നത്, നമ്മൾ പറയുന്ന അതേ ലാംഗ്വേജാണ്. പക്ഷെ അവരുടെ ഭാഷയിൽ ഈ അലൗകികതയും അവാച്യമായ ഒരു അലൗകികത എവിടെ നിന്ന് വരുന്നു? അതിന് കാരണം സ്ഫോടം എന്ന് പറയും, ആ ധ്വനി. അതെ അതെ അത് ആ പരാവാക്കാണത്. പരാപശ്യന്തി മധ്യമാ വൈഖരി എന്ന് പറയുന്നത്. ചത്വാരി വാക്ക് പരിമിത പദാനി താനി വിദുർബ്രാഹ്മണായേ മനീഷിനഃ. വേദം പറഞ്ഞു വാക്കിന് 4 പാദങ്ങളുണ്ട്, ഈ 4 പാദവും ജ്ഞാനികൾക്കേ അറിയുള്ളൂ, ബ്രാഹ്മണർക്കേ അറിയുള്ളൂ എന്ന്. മനീഷിനഃ തുരീയം വാചോ മനുഷ്യാവദന്തി. 4ാമത്തെ സ്ഥൂലമായ പാദം മാത്രമാണ് മനുഷ്യർ പറയണത്. ജ്ഞാനികളുടെ വാക്ക് മൗനത്തിൽ നിന്നും പുറപ്പെട്ടു വരുമ്പോ അതിൽ അലൗകികത ഉണ്ടാവണം. എന്ത് കലയും അത് സ്ഥൂലമായി. അതുകൊണ്ടാണ് ഇത് സ്ഥൂലമണ്ഡലത്തിൽ നിന്നും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്നതല്ല. സ്ഥൂല അംശത്തിൽ വെറും അതൊരു പാർട്ട് മാത്രമാണ്. നമ്മളൊക്കെ തന്നെ ഈശ്വരന്റെ ഒരു അംശമാണെന്ന് പറയാൻ കാരണം ഒരു ഐസ്ബർഗ് പോലെയാണ് നമ്മളുടെ ഒക്കെ എക്സിസ്റ്റൻസ്. ഈ ഐസ്ബർഗ് ചിലതൊക്കെ കടലില് മുകളിൽ കുറെ ചെറിയൊരു ഐലൻഡ് പോലെയൊക്കെ കാണും അത്രേ. ചുവട്ടിൽ അളന്നുപോയാൽ എവറസ്റ്റിനേക്കാളും ഒക്കെ വലിയ ശിഖരങ്ങൾ കടലിലുണ്ട്. കരയിലുള്ള ഏറ്റവും വലിയ ശിഖരമാണ് നമ്മൾ എവറസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനേക്കാളും ഒക്കെ വലിയ ശിഖരങ്ങൾ കടലിന്റെ ഉള്ളിലുണ്ട്. അത് ചെറിയ ഒരു ഭാഗമേ കാണുന്നു. അതുപോലെയാണ് ഈ കാണുന്ന നമ്മളുടെയൊക്കെ രൂപം, നമ്മളുടെയൊക്കെ വ്യക്തിത്വം. അതിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോൾ അഖണ്ഡത, പൂർണ്ണത പ്രകാശിക്കും. പക്ഷെ നമുക്ക് അറിയപ്പെടുന്നതോ ഏത് പൂർണ്ണ വസ്തുവിന്റെ ഒരു അംശമാണ് പുറമേക്ക് പേഴ്സണാലിറ്റി ആയിട്ട് അറിയപ്പെടുന്നത്. അതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത്, ഏകദേശം സംസാരേ ജീവഭൂതോ ഭോക്ത കർത്ത ഇതി പ്രസിദ്ധ. ഈ ലോകത്തില് ജീവനോ എന്ന പേരോടുകൂടെ കർത്താവും ഭോക്താവുമായിട്ട് കാണപ്പെടുന്ന ഒരു കോമാളി ഉണ്ടല്ലോ, അയാളുടെ വാസ്തവ സ്വരൂപമല്ലാതെ വേഷം മാത്രമാണ്. ഈശ ജീവയോഹോ വേഷധീബിത സത്സ്വഭാവത്തോ വസ്തു കേവലം എന്ന് ഭഗവാൻ ഉപദേശസാരത്തിൽ രമണ ഭഗവാൻ പറഞ്ഞു. ഈശ്വരനും ജീവനും വേഷത്തിലാണ്, ഉപാധിയിലാണ് വ്യത്യാസം. അപ്പൊ ഈ ഉപാധിയോ ശരീര മനസ്സുകളോടുകൂടെ ആണ്, പെണ്ണ്, കഴിവുള്ളവൻ, കഴിവില്ലാത്തവൻ, ഇന്ന കഴിവുകൾ മാത്രമുള്ളവൻ, പരിച്ഛിന്നമായ രൂപത്തോടു കൂടിയവൻ എന്നൊക്കെ തോന്നുന്നു. ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താ? ഈശ്വരത്വം നമ്മളിൽ കാണാനില്ലല്ലോ. നമ്മൾ സാധാരണ ആളുകളല്ലേ. യഥാ ജലസൂര്യാർക്ക സൂര്യാംശോ ജലനിമിത്താപായേ സൂര്യമേവ ഗത്വാ ന നിവർത്തതേ തഥാ അയമപി അംശഃ തേനയേവ ആത്മനാ സങ്കച്ഛതി ഏവമേവ. ഭാഷ്യക്കാരൻ പറഞ്ഞു, നിറയെ കുടത്തിൽ വെള്ളം വെച്ചാലേ ആകാശത്തിലുള്ള സൂര്യൻ എല്ലാത്തിലും പ്രതിബിംബിച്ച് കാണും അല്ലേ? അതിൽ വലിയ കുള ആണെങ്കിൽ അതിനകത്ത് സൂര്യൻ കാണും. ഒരു ചെറിയ കുട ആണെങ്കിൽ അതിനകത്തും സൂര്യൻ കാണും. നീല കളറിൽ വെള്ളം ഒഴിച്ചു വെച്ചാൽ അതിനകത്തും സൂര്യൻ കാണും. ഒരു ചെറിയ ചട്ടിയിൽ വെച്ചാൽ അതിലും സൂര്യൻ കാണും. എല്ലാത്തിലും പ്രതിബിംബ സൂര്യനുണ്ട്. ഉപാധിക്ക് അനുസരിച്ച് സൂര്യൻ അതിൽ പ്രതിബിംബിക്കണു. പക്ഷെ കുളത്തിലുള്ള ഇതിനൊക്കെ ജീവൻ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? കുളത്തിലുള്ള സൂര്യൻ പറയും ഞാനാണ് വലിയ ആളെന്ന് പറയും അല്ലേ? ഒരു ചെറിയ ഗ്ലാസ്സിൽ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന സൂര്യൻ വളരെ ഓച്ചാനിച്ച് നിൽക്കും അല്ലേ? ഇതൊക്കെ പുനർജന്മം എന്താണ്? ഈ ഗ്ലാസ്സിലുള്ള വെള്ളം എടുത്തിട്ട് വേറെ ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഇതിലുള്ള പ്രതിബിംബം അതിൽ പ്രതിഫലിക്കും. അപ്പൊ ഈ ഗ്ലാസ് എന്ന് പറയുന്ന ശരീരത്തിനെ വിട്ട് അടുത്ത ഗ്ലാസ് എന്ന് പറയുന്ന ശരീരത്തിലേക്ക് പോയി.
ഇതിൽ പ്രതിഫലിക്കുന്ന പോലെ തന്നെ അതിൽ പ്രതിഫലിക്കണം. ഈ ഗ്ലാസ്സിലത്തെ വെള്ളത്തിൽ എന്തൊക്കെ അംശം ചളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അടുത്ത ഗ്ലാസ്സിലും കൊണ്ടുപോകും. ഇതാണ് പുനർജന്മം. സൂക്ഷ്മ ശരീര കാരണ ശരീരത്തിനെ സംവേഷണം ചെയ്തുകൊണ്ട് ജീവൻ പോയിക്കൊണ്ടേയിരിക്കണം. രംഹതി സംപരിഷ്വക്ത പ്രശ്നനിരൂപണാഭ്യാം. വ്യാസഭഗവാൻ പറഞ്ഞു ഇവിടുന്ന് കെട്ടും കെട്ടിപ്പോണമെന്നാണ്. എന്തൊക്കെ വാസനകളുണ്ടോ അതൊക്കെ ഈ ഉപാധിയിൽ നിന്ന് വേറൊരു ഉപാധിയിലേക്ക് ഒഴിക്കും. അതിലും ചൈതന്യം പ്രതിഫലിക്കും. ചൈതന്യം എല്ലാത്തിലും പ്രതിഫലിക്കും. ചൈതന്യത്തിന് പ്രതിഫലിക്കാൻ യോഗ്യമായ ഒരു ഉപാധി കിട്ടിയാൽ അവിടെ ചൈതന്യം പ്രതിഫലിക്കും. എന്തെങ്കിലുമൊക്കെ കേടുവന്നു പോയാൽ അപ്പൊ കാണാം അവിടെ ചൈതന്യം പ്രതിഫലിക്കണത്. സദ്യോജാതന്മാരെന്ന് പറയും. ചിലതൊക്കെ പെട്ടെന്നുണ്ടാവും. ഇതെങ്ങനെ ഉണ്ടായി നിങ്ങൾ ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റില്ല. ചില ജീവികളൊക്കെ ഉണ്ട്. ആ ജീവികളെ രണ്ടായിട്ട് വെട്ടിയാൽ 2 ജീവിയാവും. നിങ്ങൾ ഇവിടെ ഒന്നും പുനർജന്മ സിദ്ധാന്തമൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഒരു ചെറിയ ഈ പ്രോട്ടോസോവ ചെറിയ ജീവികളെടുത്ത് ലാൻസ് കൊണ്ട് കട്ട് ചെയ്താൽ അല്ലേ അത് 2 എണ്ണാവും, 2 ഞാനാവും. 4 ആയിട്ട് കട്ട് ചെയ്താൽ 4 ഞാനാവും. ഉപാധികളെ നിങ്ങൾ മുറിച്ചുകൊണ്ടേ പോയിക്കോളൂ. അത് 4ഉം 5ഉം 10ഉം 1000ഉം 1,00,000ഉം കോടിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ സാധനം ഒന്ന് തന്നെ. കുടം മാറ്റിക്കൊണ്ടേയിരിക്കണു. കുടത്തിന് 2-3 കഷ്ണമാക്കി വെള്ളം നിറച്ചാലും പ്രതിഫലനം ഒന്ന് തന്നെയാണ്. ആ വെള്ളം ഒഴിച്ചു കളഞ്ഞാലോ ആകാശത്തിലെ സൂര്യനുണ്ട് അല്ലേ. അതായത് ചിത്തം നിർമ്മലായാൽ ചിത്തത്തിലുള്ളതിന് പകരം അഖണ്ഡപൂർണമായ വസ്തു പ്രകാശിക്കും. ഈ ചിത്തത്തിലുള്ള കളങ്കം, ഈ വെള്ളത്തിന്റെ ചലനം, ഈ വെള്ളത്തിലുള്ള ചളിയൊക്കെ സൂര്യന്റെ ആണെന്ന് തോന്നുന്ന പോലെയാണ്. ഇപ്പോൾ എനിക്ക് കോപം വന്നു, എനിക്ക് കാമം വന്നു, എനിക്ക് അസൂയ വന്നു, ഞാൻ പെട്ടു, ഞാൻ സംസാരി, ഞാൻ ബന്ധത്തിൽ കിടക്കണു ഒക്കെ തോന്നണത്. വിവേക ചൂടാമണിയില് ആചാര്യസ്വാമി പറയണു ഘടം ജലം തദ്ഗതമർക്കബിംബം വിഹായ സർവം വിനിരീക്ഷതേഹി അർത്ഥം. ജ്ഞാനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വേദാന്തം നല്ല ഗുരുവിന്റെ അടുത്തുനിന്ന് കേട്ട് പതുക്കെ തന്റെ ശരീരമാവുന്ന കുടവും ആ കുടത്തിന്റെ ഉള്ളിലുള്ള മനസ്സാകുന്ന വെള്ളവും ആ വെള്ളത്തിൽ പ്രതിഫലിച്ചിരിക്കുന്ന ഞാൻ എന്ന് പറയുന്ന അഹങ്കാരമാകുന്ന ആ റിഫ്ലക്ഷനെയും ഉപേക്ഷിച്ചിട്ട് അതിന് പുറകിൽ സാക്ഷിയായ ആകാശത്തിൽ പ്രകാശിക്കുന്ന ഒരു പൂർണ്ണ വസ്തുവുണ്ട്. അതാണ് ഞാൻ എന്ന് പറഞ്ഞ് താതാത്മ്യം പ്രാപിച്ചിരിക്കണമെന്ന്. കുടം പൊട്ടിയിട്ട് തന്നെ പോണമെന്നില്ല. குடம் உடைஞ்சுதான் குடத்துல இருக்கிற பிரதிபிம்பம் போகணுங்கிறது. குடம் இருக்கு, குடத்துல இருக்கிற தண்ணி இருக்கு, அதுல இருக்கிற பிரதிபிம்பம் இருக்கு. சரீரம் இருக்கு, சரீரத்துல மனசு இருக்கு, மனசுல நான் அப்படின்னு தோன்றது என்னெல்லாமோ எண்ண அலைகள் வருது, எல்லாம் வரட்டும். ஆனா இந்த சரீரமோ சரீரத்தில் இருக்கிற எண்ண அலைகளோ அதுல இருக்கிற பிரதிபலனமா இருக்கிற அகங்காரத்தையோ விட்டு சாட்சியா இருக்கிறது, அது ஆகாசத்துல இருக்கிற சூரியன், அது இதுக்குள்ள படலை, அதுதான் என்னோட ஸ்வரூபம் அப்படின்னு அபிமானிச்சுக்கிறது தான் சமாதி. சமாதிங்கிறது அபிமானம் தான். அபிமானம்ங்கிறது தான் அட்டென்ஷன். நமக்கு எதுல அபிமானமோ அங்க நம்ம எனர்ஜி பூரா வரும் இல்லையா. இது நம்மளோடது நினைச்சுன்னா அப்புறம் நம்ம ஜாக்கிரதையா பாத்துக்கிறோம் இல்லையா. இந்த சரீரத்துல அபிமானத்தினால சரீரம், அபிமானம் பிரம்மத்துல வந்துடுத்தானா பிரம்மம். நம்ம அபிமானம் ஸ்வரூபத்துக்கு போயிடுத்தானா ஸ்வரூபத்துல அபிமானம் வச்சுக்கிறதுக்கு பேர் தான் சமாதின்னு பேரு. அபிமானத்தை ஆத்மாவில வச்சு கொடுத்தனா அபிமானம் போயிடும், ஆத்மாதான் இருக்கும். மகாவாக்கியத்துக்கு அதுதான் அர்த்தம். அகம் பிரம்ம, ஞான் பிரம்மம் அப்படிங்கிற அந்த மகாவாக்கியத்துக்கு பொருள் என்ன? அந்த பிரம்மத்துல அபிமானம், அகண்டத்துல அபிமானம், ஸ்வரூபத்துல அபிமானம். அந்த ஸ்வரூபத்துல போய் வச்சு கொடுத்தானா அப்புறம் பரிச்சேதமே இல்லை. ஆனா நமக்கு சரீர மனோமண்டலத்தில் இருக்கிறவர ஜீவலோகே ஜீவபூதா, ஜீவனா தோன்றக்கூடினது ஜீவபூதா. ஜீவனாயிட்ட തോന്നുന്നതുണ്ടല്ലോ അത് ഗടാദി ഉപാധി പരിച്ഛിന്നോ ഗടാദി ആകാശ ആകാശാംശ സന് ഘടാദി നിമിത്താപായ ആകാശം പ്രാപ്യ ന നിവർത്തതേ ഇതി ഏവം ഉപപന്നം. ഘടാദി പരിച്ഛിന്ന ആകാശ, ഘടത്തിന്റെ ഉള്ളിൽ കാണപ്പെടുന്ന ആകാശം ഘടം പൊട്ടിച്ച മഹാകാശത്തിൽ പോയി. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഘടത്തിന്റെ ഒരു കുടമുണ്ട്, ആ കുടത്തിന്റെ ഉള്ളിൽ ആകാശമുണ്ട്, പുറത്തും സ്പേസ് ഉണ്ട്, അതിനകത്ത് സ്പേസ് ഉണ്ട്. നമ്മൾ ഒരു വ്യവഹാരത്തിന് വേണ്ടി പറയാണ് ഈ പാർട്ട് സ്പേസ് ആൻഡ് ഔട്ടർ സ്പേസ് അല്ലേ. ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. അപ്പോ ഈ പാർട്ട് സ്പേസ്
ഘടാകാശം, ഘടം പൊട്ടിച്ചു കഴിഞ്ഞപ്പോ എന്തായി? മഹാകാശത്തില് ലയിച്ചുവോ വാസ്തവത്തില്? അത് എപ്പോഴെങ്കിലുമൊക്കെ മാറിയോ? അത് എപ്പോഴെങ്കിലുമൊക്കെ മഹാകാശം അല്ലാതിരുന്നിട്ടുണ്ടോ? ഘടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് മഹാകാശം അല്ലാതെ അത് ഇരുന്നിട്ടുണ്ടോ? പറയൂ. ഞാൻ പല ഫിസിക്സ് സയന്റിസ്റ്റിനോടത്തൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇത്രയും ചോദിക്കും, ഇത്രയും വരയ്ക്കൊക്കെ അവരെങ്ങനെ സമ്മതിക്കും. ഘടാകാശം മാറിയിട്ടില്ല, ഘടത്തിന്റെ ഉള്ളിലുള്ള സ്പേസ് ഒക്കെ ശരി. അവസാനം ഒരു ചോദ്യം, ഘടം ഉണ്ടോ? അവസാനത്തെ ചോദ്യം എന്താണ്? ഈ ഘടം ആകാശത്തിൽ ഉണ്ടാവാൻ പറ്റുമോ? സിമ്പിൾ ലോജിക് ആലോചിച്ചു. ഘടം എവിടെ ഉണ്ടാവും? ഘടത്തിനെ പൊട്ടിച്ച് തരിയാക്കിയിട്ട് അവസാനം നോക്കുമ്പോ പിന്നെയും നോക്കുമ്പോ ഏറ്റവും ചെറിയ തരിയുടെ ഉള്ളിൽ ആകാശമുണ്ട്, അല്ലേ? സ്പേസ് ഉണ്ട്. സ്പേസ് അല്ലാതെ ഒരു പൊരുൾ നിൽക്കാൻ പറ്റുമോ? മനസ്സിലായോ ചോദിക്കണത്? സ്പേസിൽ വേറെ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. കാരണം ഉണ്ടാവണമെങ്കിൽ അത് സ്പേസിന്റെ തന്നെ മറ്റൊരു ഫോമായിട്ടിരിക്കാനേ പറ്റുള്ളൂ. സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പേസ് ഇല്ലാത്തത് എന്നാണ് അർത്ഥം. മനസ്സിലാണ്ടോ? സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനും നടുവിലുള്ള ഗ്യാപ്പ് സ്പേസ് എന്ന് പറയണം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് നടുവിലുള്ള ഗ്യാപ്പ് രണ്ട് സ്പേസിന് നടുവിൽ ഗ്യാപ്പ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പൊ സ്പേസ് ഈസ് ഇൻഫിനിറ്റ് ആൻഡ് സ്പേസ് കനോട്ട് ബി ടു ആൻഡ് ദർ കനോട്ട് ബി സ്പേസ് ഇൻ സ്പേസ് ആൻഡ് nothing can happen in space. അല്ലേ? ഇത് ഇന്റലക്ച്വൽ ജഗ്ലറി അല്ല, ഇത് അദ്വൈതമാണ്. അതായത് ആകാശത്തില് ആകാശമല്ലാതെ ഒന്നും ഉണ്ടാവാൻ പറ്റില്ല. അപ്പൊ നിങ്ങളുടെ ശരീരമൊക്കെ എങ്ങനെ ഉണ്ടായി എന്ന് പറയൂ. ഒരു ചോദ്യമാണ്. നിങ്ങളുടെ ശരീരമൊക്കെ അപ്പൊ എങ്ങനെ ഉണ്ടായി? ശരീരം ഉണ്ടായി എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ശരീരമൊക്കെ എങ്ങനെ ഉണ്ടായി? ആത്യന്തികമായിട്ട് പറയണത് ശരീരത്തിന്റെ രൂപത്തിൽ ആകാശം ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ, മാജിക്, അല്ലേ? അതൊന്നും ബുദ്ധിമുട്ടില്ല. കാരണം ആകാശത്തിൽ എല്ലാം ഉണ്ട്. ആകാശത്തിൽ ഇല്ലാത്ത ഒരു സാധനമില്ല. ആകാശം ശൂന്യമൊന്നുമല്ല. ആകാശത്തില് അതിന്റെ ചോട്ടിലുള്ള 4 ഭൂതങ്ങളും അടങ്ങിയിരിക്കുന്നു. ആകാശമാണ് വായുവാവണത്, ആകാശമാണ് അഗ്നിയാവണത്, ആകാശമാണ് ജലമാവണത്, ആകാശമാണ് പൃഥ്വിയാവണത്, ആകാശമാണ് ഓഷധി സസ്യ വനസ്പതികളൊക്കെ ആവണത്, ആകാശമാണ് ഓഷധി വനസ്പതികളിലൂടെ ശുക്ലവും ശോണിതവും ആയിട്ട് മാറണത്, ആകാശമാണ് ശുക്ലശോണിതങ്ങളിലൂടെ ശരീരമായിട്ട് മാറുന്നത്. സ ഏതസ്മാദാത്മന ആകാശസംഭൂതഃ ആകാശാദ്വായുഃ വായോരഗ്നിഃ അഗ്നേരാപഃ അദ്ഭ്യഃ പൃഥിവീ പൃഥിവ്യാ ഓഷധയഃ ഓഷധീഭ്യോന്നം അന്നാത് പുരുഷഃ സവാ ഏഷ പുരുഷോ അന്നരസമയഃ. ശ്രുതി പറഞ്ഞു ആകാശമാണ് അന്നം, അന്നരസമയനായ പുരുഷൻ ആകാശം തന്നെയാണ്. ആകാശമോ ആത്മാവില് ഉണ്ടാവുന്നതാണ്. ആകാശത്തിനെ ധ്യാനിക്കുമ്പോൾ തന്നെ ആകാശമേ ഉള്ളൂ, ശരീരമില്ല. ശരീരം ചത്തുപോയിട്ട് വിട്ടുകഴിഞ്ഞാൽ ആകാശമായിട്ട് മാറും. ഏതെങ്കിലും ഒരു ഭൂതമായിട്ട് മാറും. എല്ലാ ഭൂതവും ആകാശമാണ്. അപ്പോ ഘടാകാശം മഹാകാശത്തിൽ ലയിക്കണമെന്നൊക്കെ നമ്മൾ പറയണു. നിരവയവസ്യ പരമാത്മനഃ നനു നിരവയവസ്യ പരമാത്മനഃ കുതഃ അവയവകൽപ്പന ഏകദേശഃ അംശഃ ഇതി വാ. നിരവയവം അവയവമില്ലാത്ത അഖണ്ഡ അദ്വയമായ പരമാത്മാവിന് അംശമാണ് ജീവൻ എന്ന് പറഞ്ഞു. എങ്ങനെയാ?
എന്നുവെച്ചാ അംശമാണെങ്കിൽ വിനാശം ഉണ്ടല്ലോ. നയേഷ ദോഷ അവിദ്യാകൃത ഉപാധി പരിച്ഛിന്ന ഏകദേശ അംശ ഇവ കൽപ്പിതോ ഭവതി. കൽപ്പിത അംശ ഇവ കൽപ്പിത. അവിദ്യ കൊണ്ട് ഉപാധി പരിച്ഛിന്നനായിട്ട് ശരീരം മനസ്സിനെയൊക്കെ ഞാനെന്ന് കരുതുമ്പോ നമ്മളുടെ അദ്വയമായ സ്ഥിതി മറന്നുപോയി. സ്വപ്നത്തിൽ പലതുമായിട്ടൊക്കെ കരുതുന്നില്ലേ, അതുപോലെ. സച ജീവോ മദംശത്വേന കൽപ്പിത കഥം സംസരതി ഉത്ക്രാമതി ച. ഈ ജീവൻ ഭഗവാന്റെ അംശമാണെന്ന് കരുതി സംസാരത്തില് ജന്മത്തിൽ നിന്നും ജന്മത്തിലേക്കും പല സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പോകണു. ആ ജീവനെയാണ് ഇവിടെ ചോദിക്കുന്നത്. ആ ജീവൻ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുന്നു. നോക്കൂ, അടുത്ത ജീവൻ എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ഈ ജീവന് റിലേറ്റീവ് പ്ലെയിനിൽ ഒരു എക്സിസ്റ്റൻസ്. പാരമാർത്ഥികമായി നമ്മൾ പറഞ്ഞു ജീവൻ അംശമാണെന്നുള്ളത് പാരമാർത്ഥികമല്ല. നമുക്കിപ്പോ ശരീരം ഉണ്ടെന്നൊക്കെ തോന്നണ പോലെ ഇതൊക്കെ ഫാക്റ്റാണ്. അതേപോലെ തന്നെ ഉള്ളിൽ ഈ ജീവൻ എന്ന് പറയുന്നത് ഫാക്റ്റാണ്. ഞാൻ ഉണ്ടല്ലോ അല്ലേ, എന്റെ സ്പെഷ്യൽ പ്രത്യേകമായ ഒരു വ്യക്തിത്വം ഉണ്ടല്ലോ, എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, ആഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്റെ ഒരു ഇൻഡിവിജ്വൽ സെൻസ് ഉണ്ടല്ലോ. ആ ഇൻഡിവിജ്വൽ സെൻസോടുകൂടെ ഇരിക്കുന്ന ആളെയാണ് മനസ്സോടുകൂടി 5 ഇന്ദ്രിയങ്ങളെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന് പറഞ്ഞത്. അപ്പൊ മനസ്സ് 5 ഇന്ദ്രിയങ്ങളും കൂടി ചേർന്ന ചൈതന്യാംശത്തിനെ ജീവൻ എന്ന് വിളിച്ചു. ആ ജീവൻ തന്റെ അഖണ്ഡമായ സ്വരൂപത്തിനെ അറിഞ്ഞാൽ മറഞ്ഞുപോകും. കുമള കടൽ കലങ്ങണ പോലെ. അല്ലാതെ കുമളയായിട്ട് കുറെ കാലം നടക്കും. അങ്ങനെയാണപ്പോ ജന്മത്തിന്ന് ജന്മങ്ങളിലേക്ക് നടക്കണം. ഇങ്ങനെയൊക്കെ ഞാൻ പറയണമെങ്കിലും ഈ ഉദാഹരണങ്ങളിൽ നിങ്ങൾ അധികം മനസ്സ് വെക്കരുത്. കുമള, കൊടം, ആകാശം, ഇതിലേക്ക് അധികം മനസ്സിടരുത്. ഭഗവാൻ പറഞ്ഞ കാര്യത്തിലേക്ക് വരിക. ഭഗവാൻ പറഞ്ഞു, ഈ ജീവൻ ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് പോണത് എങ്ങനെ പോണു അതാണ്. നോക്കൂ അടുത്ത ശ്ലോകം. ശരീരം യദവാപ്നോതി യച്ഛാപി ഉത്ക്രാമതീശ്വരഃ ഗൃഹീത്വൈതാനി സംയാതി വായുർഗന്ധാനി വാശയാത്. ശരീരം യത് അവാപ്നോതി. ഈ ജീവൻ ഈശ്വര എന്ന് തന്നെ ഭഗവാനുടെ പേര് പറഞ്ഞു. ജീവനാണ് ഈശ്വരൻ എന്ന് പേര്. മമൈ വാംശോ ജീവലോകെ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ജീവൻ ഈശ്വരൻ തന്നെയാണെന്നാണ്. ഈശ്വര എന്നുള്ള പദം തന്നെയാണ് യൂസ് ചെയ്തത്. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നും പറഞ്ഞു. അപ്പോ മനസ്സും ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് 5 കുതിരകളെ വെച്ചുകൊണ്ട് മനസ്സെന്ന് പറയുന്ന ഈ ഇന്ദ്രിയേശനായിട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട് ഉള്ളില് അല്ലേ. മനസ്സാണ് നമ്മളുടെ സ്വരൂപം ജീവനായിട്ടിരിക്കുന്നിടത്തോളം. ആ ജീവൻ എന്ത് ചെയ്യണു എന്ന് വെച്ചാൽ യദവാപ്നോതി ശരീരം, ഏതേത് ശരീരത്തിനെ സ്വീകരിക്കുന്നു, യച്ഛാപി ഉത്ക്രാമതി, ഏതൊരു ശരീരത്തിനെ വിട്ട് വേറെ ഒന്നിലേക്ക് പോകണു. അങ്ങനെ പോകുമ്പോ എന്ത് ചെയ്യണു? സംയാതി, സമ്യക് യാതി, നല്ലവണ്ണം പോണു. എങ്ങനെ പോണൂന്ന് വെച്ചാൽ വായു ഒരു സ്ഥലത്ത് നിന്ന് പോകുമ്പോ അവിടുത്തെ ദുർഗന്ധമോ സുഗന്ധമോ ഒക്കെ പൊക്കിക്കൊണ്ടു പോവില്ലേ അല്ലേ. എവിടുന്നോ വരുമ്പോ ആ വായു വരുമ്പോ അതിന്റെ മണമൊക്കെ വരും നമുക്ക്. അതുപോലെ തന്നെ ഈ പ്രാണനോട് കൂടിയിട്ട് ചേർന്നിട്ടുള്ള ജീവൻ മുഖ്യപ്രാണൻ എന്ന് ശ്രുതി പറയും. ഈ മുഖ്യപ്രാണനെ പിടിച്ചും കൊണ്ടാണ് അവസാനമാവുമ്പോ ഈ സൂക്ഷ്മ ശരീര രൂപത്തിലുള്ള ജീവൻ, ജീവാത്മാ, മുഖ്യപ്രാണൻ എന്ന് പറയുന്ന ഒരു വെഹിക്കിളിൽ കയറിയിട്ടാണ് യാത്ര.
ആ മുഖ്യപ്രാണനെയാണ് നമ്മള് അധ്യാത്മസാധനയിലും മുഖ്യപ്രാണനെ സ്പർശിച്ചു കഴിയുമ്പോഴാണ് സാധകന്റെ സാധനയ്ക്ക് ജീവൻ വെക്കണം. ആ മുഖ്യപ്രാണൻ ഈ വായു ഗന്ധങ്ങളെ വഹിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ ശരീരാന്തർവർത്തിയായ വാസനകളെ മുഴുവൻ പെറുക്കിയെടുത്തുകൊണ്ട് പുറപ്പെടും. യഥാച അപി ഉത്ക്രാമതി ഈശ്വര ദേഹാദി സംഘാതസ്വാമി ജീവ തദാ കർഷതി ഇതി ശ്ലോകസ്യ ദ്വിതീയപാദഃ അർത്ഥവശാത് പ്രാഥമ്യേന സംബന്ധ്യത്തെ. ആ സമയത്ത് കർഷതി, വലിച്ചുകൊണ്ടുപോകണു എന്നാണ്. യഥാച പൂർവസ്മാത് ശരീരാത് ശരീരാന്തരം അവാപ്നോതി തദാ ഗൃഹീത്വാ ഏതാനി മനഃഷ്ടാനി ഇന്ദ്രിയാണി സംയാതി. ശങ്കരാചാര്യരും വ്യാസഭഗവാനും കൂടെ കണ്ടുമുട്ടിയെന്നൊരു കഥയുണ്ട് ശങ്കരവിജയത്തിൽ. രണ്ടുപേരും കൂടെ ഹിമാലയത്തിലൊരു ഗുഹയിൽ വെച്ച് കണ്ടു അത്ര. അതെങ്ങനെ കണ്ടെന്ന് വെച്ചാൽ വ്യാസനാണെന്നൊന്നും ശങ്കരാചാര്യര് പറഞ്ഞില്ല. രാത്രിയാവുമ്പോൾ ഒരു വയസ്സായ ആള് വന്നു. ആചാര്യസ്വാമികളും പത്മപാദർ മുതലായ ശിഷ്യന്മാരും ഒക്കെ പകലൊക്കെ വേദാന്ത വിചാരമൊക്കെ ചെയ്ത് രാത്രിയിൽ ആചാര്യസ്വാമികൾ സമാധിസ്ഥിതനായിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വൃദ്ധൻ ഇങ്ങനെ വരണത്. എന്നിട്ട് പത്മപാദരോട് ചോദിച്ചു, നിങ്ങളുടെ ആചാര്യർ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. പത്മപാദർ വളരെ ബഹുമാനത്തോടുകൂടി ആ വൃദ്ധനെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അദ്ദേഹത്തിനെ കണ്ടതോടുകൂടെ ഭഗവത് പാദർ അത്യധികം ആദരവോടുകൂടെ പിടിച്ചിരുത്തിയത്രയും. ഇരുത്തിയിട്ട് ആ വൃദ്ധൻ ആചാര്യസ്വാമികളോട് ചോദ്യം ചോദിക്കുകയാണ്, പല ചോദ്യങ്ങൾ. നിങ്ങള് ഗീതയ്ക്ക് ഭാഷ എഴുതിയിട്ടുണ്ടല്ലോ, ഉപനിഷത്തിന് ഭാഷ എഴുതിയിട്ടുണ്ടല്ലോ, ബ്രഹ്മസൂത്രത്തിന് ഭാഷ എഴുതിയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സൂത്രഭാഷ്യത്തിൽ അവസാനം ചോദിക്കണ ചോദ്യം ഇതാണ്: ഈ ജീവൻ ഇവിടുന്ന് പോകുമ്പോ ഈ സൂക്ഷ്മാംശങ്ങളായ വാസനകള്, മനസ്സിന്റെ അംശങ്ങള്, അഭിമാനം, അഹങ്കാരം ഇതൊക്കെ എടുത്തുകൊണ്ടാണോ പോണത്? സംപരിഷ്വക്ത ഗച്ഛതി ഉതവ അസംപരിഷ്വക്ത, ഇതൊക്കെ ഇവിടെ വിട്ടിട്ട് പോവുമോ? അതാത് കാലത്തിൽ അതാത് അവിടെ കഴിച്ചിട്ട് പോവുമോ? അല്ല ഇതൊക്കെ ബാഗേജ് ആയിട്ട് പുറപ്പെടുവോ? ഇതാണ് ചോദ്യം. അപ്പോ ആചാര്യസ്വാമികൾ പറയണതാണ് സംപരിഷ്വക്തോ ഗച്ഛതി പ്രശ്നനിരൂപണാഭ്യാം എന്ന്. എല്ലാം പെറുക്കിക്കൊണ്ടാണ് പോണത്. ആ ജീവന്റെ യാത്ര, പഞ്ചാഗ്നി വിദ്യ, ഇതൊക്കെ ചർച്ചാ വിഷയമായിട്ട് വരും. എങ്ങനെയൊക്കെ ഈ ജീവൻ വരും, പല തരത്തിലുള്ള. ഇപ്പൊ നമുക്ക് ഈ ലോകത്തിൽ തന്നെ എത്ര കൺഫ്യൂസിങ് റോഡ്സ് ഒക്കെ ഉണ്ട് അല്ലേ? സ്ഥൂലമായ മണ്ഡലത്തില്, സൂക്ഷ്മമണ്ഡലത്തിലെ വാസനാമയമായ എത്ര വഴികളുണ്ട്. അങ്ങനെ നോക്കുമ്പോ ഈ സൂക്ഷ്മമണ്ഡലത്തിൽ മരണാനന്തരമുള്ള യാത്രയിൽ അനേകം വഴികളാണ്. അതിൽ ചില വഴികളെയൊക്കെ ഇവർ രണ്ടുപേരും കൂടെ ചർച്ച ചെയ്യും. അങ്ങനെ 7 ദിവസം വരും അത്ര ഈ വയസ്സായാണ്. അവസാനം ഒരു സംശയത്തിന്റെ ഒരു ഘട്ടത്തിൽ വന്ന് നിൽക്കുമ്പോൾ രണ്ടുപേരുടെ അങ്ങോട്ട് നിരൂപണം ചെയ്യണമെന്ന് പറയുമ്പോൾ പത്മപാദനെ വിളിച്ച് ആ വൃദ്ധൻ ചോദിക്കുമത്രേ, ശിഷ്യൻ പറയട്ടെ എന്ന് പറയത്രേ പത്മപാദരോട്. അപ്പൊ പത്മപാദർ പറയണേ, ഞാൻ എന്ത് പറയണം? ശങ്കര സാക്ഷാത് വ്യാസോ നാരായണ സ്വയം. ശങ്കരൻ സാക്ഷാത് ശങ്കരനാണ്, വ്യാസൻ സാക്ഷാത് നാരായണനാണ്. അവര് രണ്ടുപേരും കൂടെ സംവാദം ചെയ്യുമ്പോൾ കിങ്കര കിം കരോമ്യഹം, ഞാനൊരു കിങ്കരനാണ്, ഒരു ദാസൻ മാത്രമാണ്, ഞാനിതിന് നടുവിൽ എന്തു പറയാനാണ് എന്ന് ചോദിച്ചു അത്രേ പത്മപാദാചാര്യൻ. എന്നുവെച്ചാൽ ബുദ്ധിശാലിയായ പത്മപാദൻ വ്യാസഭഗവാനാണ് വന്നിരിക്കുന്നത് എന്ന് ഊഹിക്കുകയാണ്. എന്നിട്ടാണ് വ്യാസൻ കുമാരലഭട്ടനെ കാണാനായിട്ടും മണ്ഡനമിശ്രനെ കാണാനായിട്ടും ഒക്കെ ആജ്ഞ കൊടുത്തതായിട്ട് ശങ്കരവിജയം പറഞ്ഞത്. അപ്പൊ അവിടെ ചർച്ചാ വിഷയം ഇതാണ്. ഉദാനവായുവോടുകൂടെ പ്രാണൻ ഈ 6 ഇന്ദ്രിയങ്ങളുടെ അംശം. അതുകൊണ്ടാണ് ചെറിയ ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്. അത് വെറുതെ ഞാനങ്ങനെ സ്പർശിച്ചിട്ട് പോവാം. മരിക്കുന്നതിന് മുമ്പ് കണ്ണ് ദാനം കൊടുക്കാവോ എന്നൊക്കെ ചിലരുടെ സംശയമുണ്ട്. അതിൽ 2 അഭിപ്രായക്കാരുണ്ട്. കൊടുക്കാം എന്നുള്ള അഭിപ്രായക്കാരുണ്ട്, ശാസ്ത്രാധ്യയനം ചെയ്ത ആളുകൾ കൊടുക്കരുത് എന്നുള്ള അഭിപ്രായമുണ്ട്. ഇപ്പൊ 2
പക്ഷം പിടിച്ചൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല അപ്പോ പറയണത്. ഒന്നാമത് ഈശ്വരന്റെ മണ്ഡലത്തില് ഈശ്വരൻ ഇന്നലെ പറഞ്ഞ രീതിയിൽ ഈശ്വരൻ ഇല്ലാത്തൊരു കാരുണ്യമൊന്നും നമുക്ക് ആവശ്യമില്ല. അതൊരു വശം. വേറെ ഒരു വശം, നമ്മൾ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശരീരം ഉണ്ടല്ലോ, അതിൽ നിന്നും ഈ സൂക്ഷ്മാംശങ്ങളൊക്കെ പോയി, കുഴപ്പമില്ല, അതിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് ചോദിച്ചു അത്ര, ശരീരം മരിച്ചു കഴിഞ്ഞാൽ അതിനെ ദഹിപ്പിക്കണോ കുഴിച്ചിടണോ എന്നൊക്കെ ചോദിച്ചു അത്രയാരോ. എന്റെ എണ്ണ ആട്ടുന്ന ചക്കയിലിട്ടിട്ട് ആട്ടിയിട്ട് വാഴയ്ക്ക് വളമായിട്ടിട്ട് കൊടുക്ക. അയ്യോ എന്തേ നോവോ എന്ന് ചോദിച്ചു അത്ര. അപ്പൊ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മളെ മറ്റുള്ളവർ എന്ത് ചെയ്താൽ ആര് ചെയ്താലും ഒന്നും പ്രശ്നമല്ല. ഇപ്പൊ നായ പോണ വഴിയിലൊക്കെ നോക്കൂ, എത്ര നായൊക്കെയാണ് ബസ്സിന്റെ അടിയിലൊക്കെ പെട്ട് അവസാനം 3-4 ദിവസം പഞ്ചായത്തുകാരൊന്നും ശ്രദ്ധിക്കാതാകുമ്പോൾ റോഡോടുകൂടെ ഒന്നാവും. അത്രയേ ഉള്ളൂ നമ്മളുടെ ശരീരം അല്ലേ. അപ്പൊ ഒന്നുമില്ല. പക്ഷേ നമ്മളുടെ സൂക്ഷ്മ ശരീരമുണ്ട്, ഈ ശരീരത്തിലുള്ള അഭിമാനമണ്ഡലം, അവിടെ നമ്മളായിട്ട് എനിക്ക് കണ്ണു വേണ്ട എന്നൊന്നും പറയാൻ പാടില്ല എന്ന്, എന്റെ കണ്ണ് ഞാൻ കൊടുക്കണമെന്നൊന്നും പറയാൻ പാടില്ല എന്ന്. ഇതൊക്കെ നല്ല വൈദ്യശാസ്ത്രവും യോഗശാസ്ത്രവും ഒക്കെ അറിയുന്ന ആളുകൾ പറയണം, നിനക്ക് കൊടുക്കാൻ അധികാരമില്ല, മറ്റുള്ളവർ വേണമെങ്കിൽ എടുക്കാം. വൈദ്യശാസ്ത്രക്കാർ പറയണ ഇയാൾ കൊടുത്താലേ എടുക്കാൻ പാടുള്ളൂ എന്നാണ്. എനിക്കറിയില്ല നിയമം. അപ്പോ അധ്യാത്മക്കാർ പറയണത് മറ്റുള്ളവർ എടുത്താൽ കുഴപ്പമൊന്നുമില്ല, ഇയാൾ കൊടുക്കാൻ പാടില്ല എന്ന്. ഇയാൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് പുറപ്പെടുമ്പോ തന്നെ ഇയാൾ ചില സാധനമൊക്കെ ഇവിടെ വെച്ചിട്ട് പോയി. അപ്പോ അടുത്തത് വരുമ്പോ ആ സാധനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്നാണ്. അതാണ് പറഞ്ഞു കോൺട്രവേഴ്സി ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് അഭിമാനത്തിലാണ് കണ്ണും ചെവിയും മൂക്കും ഒക്കെ നിൽക്കണതേ, അഭിമാനത്തിലാണ് നിൽക്കുന്നത്. ഇന്ദ്രിയങ്ങളൊക്കെ അഭിമാനത്തിലാണ് നിൽക്കുന്നത്. ഞാൻ കാണുന്നവനാണെന്നൊരു അഭിമാനം, ദൃശ്യമെന്നുള്ള അഭിമാനം, ഇതൊക്കെ അഭിമാനമാണ്. അഭിമാനത്തിൽ അത് പോയാൽ അത് പോയി പോവും. എനിക്ക് കാണണ്ട എന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞാൽ കാണാനുള്ള കാഴ്ചയൊക്കെ പോവും. പലപ്പോഴും ചിലപ്പോഴൊക്കെ ഈ ഇന്ദ്രിയങ്ങൾ പവർ പോണത് പോലും പലപ്പോഴും ഉള്ളുകൊണ്ട് നമ്മൾ ചിലതൊക്കെ വേണ്ടാന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ പവർ കുറയും. അതുകൊണ്ട് അവസാനം വരെ ഭക്തി സാധന ചെയ്തുകൊണ്ടിരിക്കണം. ഭഗവാന്റെ രൂപം കാണണം, നാമം കേൾക്കണം, തുളസിയൊക്കെ മണക്കണം, നാവ് കൊണ്ട് പ്രസാദം ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവത് അർപ്പണം ചെയ്ത് ബാക്കിയുള്ള തലത്തിൽ എപ്പോഴും നിർത്താൻ പറ്റില്ലേ. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവാൻ അർപ്പണം ചെയ്ത് സുമംഗളമായി ഭദ്രമായിട്ട് അത് ആ മണ്ഡലത്തിലേക്ക് അർപ്പണം ചെയ്ത് ഈശ്വരനെ അർപ്പിച്ചിട്ട് നിർത്തിക്കൊണ്ടിരുന്നാൽ ഇന്ദ്രിയങ്ങളൊക്കെ ഭഗവൻ നാമസങ്കീർത്തനം അവസാനം വരെ നാമസങ്കീർത്തനവും നാമശ്രവണവും ഭഗവത് കഥാശ്രവണവും ഒക്കെ ചെയ്തിട്ടുണ്ട് അല്ലേ. ഒന്നും വേണ്ട എന്ന് മാത്രം പറയാൻ പാടില്ല. എനിക്ക് കേൾക്കണ്ട എന്നൊക്കെ പറഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ കേൾക്കാതാവും. ഒന്നും കാണണ്ടെന്ന് പറഞ്ഞാൽ കുറെ കഴിഞ്ഞാൽ ഒന്നും കാണില്ല. അപ്പോ മനഃഷ്ഠാനീന്ദ്രിയാണി, മനസ്സോടുകൂടിയുള്ള ഈ 6 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ഈ 6 ഇന്ദ്രിയങ്ങളും കൂടിയുള്ള ജീവൻ ഇവിടുന്ന് പുറപ്പെടുമ്പോ ഇതിനെയൊക്കെ എടുത്തുകൊണ്ടാണ് മറ്റൊരു ശരീരത്തിലേക്ക് പോണത്. അതുകൊണ്ട് പൂർവ്വശരീരത്തിന്റെ അംശങ്ങളൊക്കെ അതിൽ കാണും. അവിടെ വിട്ടിട്ട് വന്നതൊക്കെ തമിഴില് നമ്മ വിട്ട കുറെ തൊട്ട കുറേന്ന് ചൊല്ലുவோம். ஏதோ விட்டுட்டு வந்ததெல்லாம் அங்கங்க இருக்குமா. ജന്മാന്തരാണി സുഹൃത്താണി. ചിലതൊക്കെ കാണുമ്പോൾ ചിലരെ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നുന്നു, ചിലരുടെ അടുത്ത് കൂട്ടുകൂടുന്നു. അതൊക്കെ പല കാരണങ്ങളാണ്, പറയാൻ പറ്റില്ല. എന്ത് കാരണമാണെന്ന് ആർക്കറിയാം. എന്തൊക്കെയോ പഴയ ബന്ധങ്ങള്, ഒരു കാരണമില്ലാതെ ഒരു ഇഷ്ടം, അനിഷ്ടം, കോപം, രാഗം, ദ്വേഷം, ഇതൊക്കെ എന്തോ ഒന്നാണ്. അതൊക്കെ ആ ഭാവമണ്ഡലത്തിൽ നിൽക്കുന്ന ചെറിയ 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 അംശങ്ങള് കഴിഞ്ഞ ജന്മത്തിലുള്ള ഓരോരോ ചരക്കുകളാണൊക്കെ. അപ്പോ ഇതൊക്കെ കൂടെ പെറുക്കിക്കെട്ടിക്കൊണ്ടാണ് അത്രേ പോണത്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, കിം ഇവ ഇതിഹാ വായു പവനോ ഗന്ധാനിവ ആശയാത്. ഒരു വായു പുഷ്പങ്ങളുടെ ഗന്ധമൊക്കെ കൊണ്ടുപോണ പോലെ ഈ ജീവൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് നിന്ന് വാസനകളെയൊക്കെ ശേഖരിച്ചു കൊണ്ടുപോകുന്നു.
എന്തിനെയൊക്കെയാ കൊണ്ടുപോണത്? അടുത്ത ശ്ലോകം നോക്കും. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനഃശായം വിഷയാനുപസേവതേ. ഈ മനസ്സ് ശ്രോത്രം ചക്ഷുഹു സ്പർശനം ച രസനം ഘ്രാണമേവ ച, ഇതൊക്കെ കൂടിയാണല്ലോ നമ്മള്, അല്ലേ? ചെവി കൊണ്ട് കേൾക്കുക, കണ്ണുകൊണ്ട് കാണുക, സ്പർശിക്കുക, രസിക്കുക, മണക്കുക, ഇതിനെയൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് മനസ്സ് വിഷയങ്ങളുടെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോണത്. അവിടെ ഈ കണ്ണിലൂടെ പോയി രൂപം ഗ്രഹിക്കുകയും ചെവിയിലൂടെ പോയി ശബ്ദം കേൾക്കുകയും മൂക്കിലൂടെ ഈ ഇന്ദ്രിയങ്ങളിലൂടെ പോയിട്ടാണ് മനസ്സ് പല 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 വ്യവഹാരങ്ങളും ചെയ്യണത്. വിഷയാൻ ഉപസേവതി, ഈ മനസ്സ് വിഷയങ്ങളെ ഉപസേവിക്കുന്നു, വിഷയങ്ങളെ ആശ്രയിക്കണം. ശ്രോത്രം ചക്ഷുഹു സ്പർശനം ച. ഉപസേവത എന്ന് പറയാൻ കാരണം ഇയാളുടെ വാസനയാണ് മുഖ്യമായ പവർ. അതിനനുസരിച്ചാണ് വിഷയങ്ങളിൽ ഇയാൾക്ക് സേവനം വരണത്. അപ്പൊ ഒരു സെക്കൻഡറി ഇമ്പോർട്ടൻസേ ഉള്ളൂ വിഷയങ്ങൾക്ക്. ഇയാൾ വാസനയ്ക്കനുസരിച്ചാണ് വിഷയങ്ങളെ എടുക്കുന്നത്. അപ്പോ ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയും മനസ്സ് പോയിട്ട് വിഷയങ്ങളെ സേവിക്കണം. എന്നിട്ട് അവിടുന്ന് ചിലതൊക്കെ കൊണ്ടുവരും. കൊണ്ടുവന്ന് ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇതൊക്കെ എന്നിട്ട് അനുഭവിക്കണവനാരാ? ജീവ ഭോക്താത്ര ജീവഖഗഃ. ഇവിടെ ഇരുന്ന് ഭുജിക്കണവനാരാ? ഭോക്താവ് ആരാണെന്ന് വെച്ചാൽ ജീവൻ എന്ന് പറയുന്ന പക്ഷി ഈ ശരീരമാവുന്ന വൃക്ഷത്തിൽ ഇരുന്നു കൊണ്ട് സുഖം ദുഃഖം നല്ലത് ചീത്ത ഒക്കെ ഭുജിക്കണം. ഞാൻ അനുഭവിക്കണം. ഞാൻ എന്ന് പറയുന്ന ജീവാഹന്ത, ഇതാണല്ലോ അനുഭവിക്കണത്, അല്ലേ? സംസാരം എന്ന് പറയുന്നത് ആർക്കാ? എനിക്ക്. ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, ഞാൻ മണക്കുന്നു, ഞാൻ രുചിക്കുന്നു, ഞാൻ അനുഭവിക്കുന്നു. എന്റെ ലൈഫ്, എന്റെ ജീവിതം, എന്റെ എന്നൊക്കെ പറയണ ഈ ആളുണ്ടല്ലോ, ചിജ്ജട ഗ്രന്ഥി ജീവാഹന്ത എന്ന് പറയണത്, ഈ ചൈതന്യാംശം, ഇതിനെ ഇങ്ങനെയൊക്കെ നിങ്ങൾ പറയണം. അങ്ങനെയൊന്നും നമ്മൾ കാണാനില്ലല്ലോ. ഉള്ളിൽ ആഴ്ന്നു നോക്കിയാൽ അതിന്റെ മൂവ്മെന്റ് കാണാം. ഞാൻ, അല്ലേ? യോഗികള് ഈ ജീവനെ നല്ലവണ്ണം ദർശിക്കും. അഖണ്ഡ അദ്വയമായ ചൈതന്യത്തില് ഈ അല്പമായ ജീവൻ ഉദിക്കുന്നതും നിൽക്കുന്നതും അസ്തമിക്കുന്നതും കാണാൻ കഴിയുന്നവനാണ് യോഗി. സുഷുപ്തിയിൽ നിന്നും പുറത്തു വരണ്ട് നമ്മൾ കാണുന്നില്ലല്ലോ, അല്ലേ? സമാധിയില് കാണും, സമാധിയില് കാണും. പല മഹാത്മാക്കളും പറഞ്ഞു, നാമദേവൻ ഒരു അഭംഗത്തിൽ പാടി, ഞാൻ തന്നെ ഗർഭം ധരിച്ച് എന്നെ പ്രസവിക്കുന്നതും ഞാൻ തന്നെ എന്നെ വിഴുങ്ങിക്കളയണതും ഞാൻ കണ്ടു എന്നാണ്. ഞാൻ തന്നെ എന്നെ പ്രസവിക്കണതും ഞാൻ എന്നെ വിഴുങ്ങിക്കളയണതും കണ്ടു. നമ്മൾ തന്നെ ചെയ്യേണ്ട ദിവസം. ഞാനെന്ന് പറയുന്ന അഭിമാനത്തിനെ സുഷുപ്തിയിൽ വിഴുങ്ങിക്കളയണു, സ്വപ്നത്തിലും ജാഗ്രതത്തിലും പ്രസൂതി. അപ്പോ ഇത് യോഗികൾക്ക് ഈ ജീവൻ എന്ന് പറയുന്ന സോളിഡ് ഫാക്ട്, ഈ ഫിസിക്കൽ ബോഡി ഈ ഒരു ജന്മത്തിലെ ഫാക്റ്റാണ്. അതേപോലെ ഈ ജീവൻ എന്ന് പറയുന്നതുണ്ടല്ലോ, അതൊരു ബോഡിയാണ്, അത് സൂക്ഷ്മ ശരീരമാണ്. ഇത് സ്ഥൂല ശരീരം, അതുപോലെ അത് സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, അത് കുറെ ജന്മങ്ങൾക്കൊരു ഫാക്റ്റാണ്, അനേക ജന്മങ്ങൾക്കൊരു ഫാക്റ്റാണ് ആ ജീവൻ എന്ന് പറയുന്നത്. ഈ ശരീരത്തിനൊരു സ്പാൻ ഉണ്ട്, അതുപോലെ ആ ശരീരത്തിനൊരു സ്പാൻ ഉണ്ട്. മഹാപുരുഷന്മാർക്കൊക്കെ അതുണ്ട്. ജ്ഞാനികൾ, ജീവൻ മുക്ത പുരുഷന്മാർക്കും ജീവാഭിമാനത്തിന്റെ മണ്ഡല, സൂക്ഷ്മ ശരീര മണ്ഡലം ഉണ്ട്. അതുകൊണ്ട് അവര് ആ ജ്ഞാനം നേടാനായി ചെയ്ത തപസ്സൊക്കെ ഉണ്ടല്ലോ, ആ സൂക്ഷ്മ ശരീരത്തിൽ നിൽക്കും. സാക്ഷാത്കൃത ശരീരം എന്ന് നമ്മളത് പറയും. ആ സാക്ഷാത്കൃത ശരീരത്തില് അവരുടെ വ്യക്തിത്വം, നമ്മളിപ്പോ രമണ മഹർഷി എന്ന് പറയണത്, ബുദ്ധൻ, ശങ്കരൻ, രാമകൃഷ്ണൻ എന്നൊക്കെ പറയണതുണ്ടല്ലോ, ആ രാമകൃഷ്ണനായിട്ട് ഇരുന്നത് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആ ബോഡി അല്ലല്ലോ, ഉള്ളിന്ന് എന്തോ ഒരു ഫോഴ്സ് നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് വന്നില്ലേ, ആ മഹാപുരുഷനെയാണ് നമ്മൾ സാക്ഷാത്കൃത ശരീരി എന്ന് പറയണത്. ആ സാക്ഷാത്കൃത ശരീരിയായിട്ട് അകമേ ഉള്ള ഈ ജീവനുണ്ടല്ലോ, അത് അതിന്റെ ലൈഫ് സ്പാൻ ഈ ഫിസിക്കൽ ബോഡിയുടെ ലൈഫ് സ്പാനേക്കാളും എത്രയോ കൂടുതലാ. അതിന്റെ വ്യാപ്തിയും കൂടുതലാ. അതുകൊണ്ട് രാമകൃഷ്ണ പരമഹംസർ ഉള്ളപ്പോ കൽക്കട്ടയിൽ കുറച്ചു പേർക്കേ പ്രയോജനപ്പെട്ടുള്ളൂ.
രാമകൃഷ്ണ പരമഹംസർ ഉള്ളപ്പോ 50 വർഷമേ അദ്ദേഹം ജീവിച്ചുള്ളൂ. പക്ഷേ ആന്തരികമായി ഏതാണോ വാസ്തവത്തിലുള്ള രാമകൃഷ്ണ പരമഹംസർ, ഇതിന്റെ ലൈഫ് സ്പാൻ ഒരു പക്ഷെ ഇനിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല. രാഘവേന്ദ്ര സ്വാമികൾ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ജ്യോത്സ്യന്മാർ കണക്കെടുത്തിട്ട് ഇദ്ദേഹം 300 വർഷം ഉണ്ടാവും, 700 വർഷം ഉണ്ടാവും, 70 വയസ്സ് വരെ ജീവിക്കുന്നൊക്കെ പറഞ്ഞു 3 കണക്ക് പറഞ്ഞു അത്രേ. അപ്പോ സ്വാമികൾ പറഞ്ഞു അത്രേ, 70 വയസ്സ് വരെ ഈ സ്ഥൂല ശരീരം ഉണ്ടാവും, എന്റെ ആന്തരികമായ ജീവൻ 700 വർഷം ഉണ്ടാവും, 300 വർഷം എന്റെ പ്രവർത്തന ഫലം ഉണ്ടാവുന്നു, എന്തോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോ ആന്തരികമായത് ഉണ്ടല്ലോ, അത് ഇറ്റ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ്. അത് അനുഗ്രഹം ചെയ്തുകൊണ്ടിരിക്കും. അവർ ജീവനോടുള്ളപ്പോ എങ്ങനെ പലർക്കും ജ്ഞാനത്തിനും സാക്ഷാത്കാരത്തിനും കാരണമായിരുന്നു, അതേപോലെ ആ സ്ഥൂല ശരീരം, ഇപ്പൊ രമണ മഹർഷിയുടെ സ്ഥൂല ശരീരം 70 വയസ്സ് വരെ ഉണ്ടായിരുന്നു. പക്ഷേ മഹർഷിയൊന്നും പോയിട്ടില്ല. പലരും ചോദിക്കും, അദ്ദേഹം ഉള്ളപ്പോ എന്തുണ്ടോ അത് ഇപ്പോഴുണ്ട്. നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടില്ലെങ്കിൽ ഉള്ളപ്പോഴും നിങ്ങൾ പോയി കണ്ടിട്ടൊന്നും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഉള്ളപ്പോഴും കാണാൻ കഴിയില്ല. നിയതി പുരുഷന്മാർക്ക് അനാദികാലാണ്. ആദിശങ്കരൻ ഇനിയൊന്നും പോയിട്ടില്ലല്ലോ, ഭഗവത് പാദരും ഇപ്പോഴും കാണാം. പലരും കാണുന്നുണ്ട്. ശങ്കരാചാര്യൻ എന്ന് വെച്ചാൽ നമുക്കൊരു ഭാവമുണ്ട്, അത് കാഴ്ചയാണത്, ദർശനം പോലെ തന്നെയാണത്. അപ്പോ അതുണ്ട്. അപ്പോ ആ മണ്ഡലത്തിനെയാണ് ഇവിടെ അംശഹ എന്നൊക്കെ ഭഗവാൻ പറഞ്ഞത്. അടുത്ത ശ്ലോകം നോക്കൂ. ഉത്ക്രാമന്തം സ്ഥിതം വാപി ഭുഞ്ജാനം വാ ഗുണാൻവിതം വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷഃ പരിത്യജന്തം ഉത്ക്രാമന്തം. ഉത്ക്രമിക്കാന്ന് വെച്ചാൽ ഗോയിങ് ബിയോണ്ട്, ചാടി പുറപ്പെടാന്നർത്ഥം. പരിത്യജന്തം ദേഹത്തിനെ വിട്ടിട്ട് പൂർവോപാത്തം ദേഹം തെക്വാ അന്യതുപാദത്തെ വേറൊരു ശരീരം സ്വീകരിക്കണം. അങ്ങനെയുള്ള ആ ജീവനെ നമുക്ക് കാണാൻ വയ്യ. ഉത്ക്രാമന്തം സ്ഥിതം, ശരീരത്തിനുള്ളിലിരിക്കുന്നതും നമ്മൾ കാണുന്നില്ല. ഭുഞ്ജാനം വാ ഗുണാൻവിതം, സത്വരജസ്തമോ ഗുണങ്ങളോടുകൂടി വിഷയങ്ങളെ അനുഭവിക്കുന്നതും നമ്മൾ കാണുന്നില്ല, ശരീരത്തിനെ കാണുന്നുള്ളൂ. വിമൂഢാനാണ് പശ്യന്തി, പക്ഷേ പശ്യന്തി ജ്ഞാനചക്ഷുഷ. ഭഗവാൻ പറഞ്ഞു, സൂക്ഷ്മദർശികൾ ക്രാന്തദർശികളായ ഋഷികളുണ്ടല്ലോ, അവർക്ക് കാണാം. മഹാപുരുഷന്മാർക്ക് ഒരു കണ്ണാടിപ്പെട്ടിയുടെ ഉള്ളിൽ ഇരിക്കുന്ന സാധനങ്ങളെ കാണുന്ന പോലെ ഓരോ ശരീരത്തിലും അന്തർവർത്തിയായി ജീവനെ അവർക്ക് നല്ലവണ്ണം കാണാൻ കഴിയും. അതിന്റെ സ്വഭാവം, അതിന്റെ പ്രകൃതി ഒക്കെ നല്ലവണ്ണം. സാധാരണ മനുഷ്യരും അതിൻ്റെ അടുത്ത് കോണ്ടാക്ട് വരുന്നുണ്ട്, പക്ഷെ അതിനെ തൊട്ടറിയാൻ വയ്യ. ഭഗവാൻ പറയണത് യോഗികളുടെ ലക്ഷണം തന്നെ അവർക്ക് ഈ ആന്തരികമായി സൂക്ഷ്മ ശരീരം ഉണ്ടല്ലോ, ഈ ജീവനുണ്ടല്ലോ, അതിനെ നല്ലവണ്ണം പശ്യന്തി, നല്ലവണ്ണം സ്ഥൂലമായ ഓരോ വസ്തുക്കളെ കാണുന്ന പോലെ അകമേക്ക് കാണാൻ ഒക്കും. രാമകൃഷ്ണദേവൻ പറയും, ഈ മധുര പലഹാര ബേക്കറി കടയിലൊക്കെ കണ്ണാടിപ്പെട്ടിയുടെ ഉള്ളിൽ ഓരോന്ന് ലഡുവും ജിലേബിയും ഒക്കെ വെച്ചിരിക്കണ പോലെ നിങ്ങൾ ഓരോരുത്തരും വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇങ്ങനെ അമ്മ കാണിച്ചു തരണം, ജഗദീശ്വരി കാണിച്ചു തരണം. ഉള്ളിലിരുന്ന് പലതിനെ അനുഭവിക്കുന്നതുമായ ആളുണ്ടല്ലോ, അതിനെ മഹാത്മാക്കൾ അറിയും. മനുഷ്യരുടെ ഉള്ളിൽ നല്ല മനുഷ്യരുണ്ട്, മനുഷ്യരുടെ ഉള്ളിൽ ചീത്ത മനുഷ്യരുണ്ട്, മനുഷ്യരുടെ ഉള്ളിൽ ധർമ്മനിഷ്ഠന്മാരുണ്ട്, മനുഷ്യരുടെ ഉള്ളിൽ അധാർമികരുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാദി വർണ്ണങ്ങളോടുകൂടി സ്വഭാവത്തോടുകൂടി ഇരിക്കുന്നവരുണ്ട്, മനുഷ്യരുടെ ഉള്ളിൽ ദേവനുണ്ട്, അസുരനുണ്ട്, മനുഷ്യന്റെ ഉള്ളിൽ ദേവതകളൊക്കെ ഇരിപ്പുണ്ട്. ചിലരൊക്കെ ദേവതകളൊക്കെ ചിലപ്പോൾ മനുഷ്യ ശരീരത്തിൽ വരും. അവര് ദേവതകളെന്ന് അഭിമാനിക്കൊന്നുമില്ല. പുരാണങ്ങളൊക്കെ പറയുന്ന രീതിയിൽ ഏതോ കാരണവശാൽ മനുഷ്യനായിട്ട് ജനിച്ച ദേവതകളുടെ കഥയൊക്കെ പറയില്ലേ, അതൊക്കെ മനുഷ്യ ശരീരത്തിനുള്ളുണ്ട്. ചില ദേവതകളൊക്കെ വരും, അവർക്ക് ആ ദേവത്വമൊക്കെ മറന്നുപോയി, പക്ഷെ അവർ ദേവമണ്ഡലത്തിലാണ്, മനുഷ്യ ശരീരത്തിൽ ദേവമണ്ഡലത്തിൽ ഇരുന്നു കൊണ്ട് ലോകത്തിൽ വ്യവഹരിക്കും. ഇതൊക്കെ ആർക്കറിയും എന്ന് വെച്ചാൽ യോഗികൾക്കറിയാം.
അവര് കാണുന്നു. സാധാരണ മനുഷ്യർക്ക് അത് കാണാനൊക്കില്ല. വിമൂഢാനാണ് പശ്യന്തി. തിമിരം. നമുക്ക് സാധാരണ മനുഷ്യന്റെ കണ്ണിന് കാറ്ററാക്റ്റാണ്, അജ്ഞാനത്തിന്റെ തിമിരം. അത് കാണാൻ വയ്യ. പശ്യന്തി ജ്ഞാനചക്ഷുഷ. അതുകൊണ്ട് ഉപലഭമാനം ഗുണാൻവിതം സുഖദുഃഖ മോഹാക്കൈ ഗുണൈ അൻവിതം സംയുക്തം ഏവം ഭൂതമപി ഏനം അത്യന്ത ദർശനഗോചരപ്രാപ്തം വിമൂഢ ദൃഷ്ടാദൃഷ്ട വിഷയഭോഗവലാകൃഷ്ടചേതസ ചേതസ്തയാ അനേകധാ മൂഢ ന പശ്യന്തി അഹോ കഷ്ടം വർത്തത്തെ അനുക്രോശതി ച ഭഗവാൻ ഏതു പുനഃ പ്രമാണജനിത ജ്ഞാനചക്ഷുഷഃ തേ ഏനം പശ്യന്തി വിവിക്തദൃഷ്ടയഃ. പ്രമാണജനിത ജ്ഞാനദൃഷ്ടയഃ. പ്രമാണമെന്ന് വെച്ചാൽ പ്രമാകരണം എന്നർത്ഥം. ഏതൊന്നുകൊണ്ട് തെളിഞ്ഞ അറിവുണ്ടാവോ അതിനാണ് പ്രമാണം. ഇന്ദ്രിയങ്ങള് പരമപ്രമാണമല്ല, ശാസ്ത്രം പ്രമാണമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആത്മതത്വത്തിനെ പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് ശാസ്ത്രം പ്രമാണമാണ്. അൾട്ടിമേറ്റ് ആയിട്ട് പ്രമാണം എന്ന് വെച്ചാൽ ആത്മാ എന്ന് തന്നെയാണ് അർത്ഥം. വാസ്തവത്തിൽ പ്രമാണം എന്ന് വെച്ചാൽ ബ്രഹ്മം എന്ന് തന്നെയാണ് അർത്ഥം. പ്രമാണം എന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് തന്നെയാണ് അർത്ഥം. അതിനെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ശാസ്ത്രം, തസ്മാത് ശാസ്ത്രം പ്രമാണം തേ. അപ്പോ ആത്മാവിനെ കൊണ്ട് തന്നെ ആത്മാവിനെ അറിയണമെന്ന് പറയണത് അതാണ്. ആത്മനൈവ ആത്മനാ ആത്മാനം. അപ്പോ ആ ദൃഷ്ടി, അന്തർദൃഷ്ടി തുറന്നിട്ടുള്ളവർക്ക് ഈ ജീവനെ കാണാനൊക്കും. ജീവൻ എന്ന് പറയുന്നത് ശരീരത്തിനേക്കാളും ഫാക്ച്വലായിട്ടുള്ളതാണ് എന്നറിയാം. അതുകൊണ്ട് ആ ജീവനെ അവർ കാണുന്നു. കുറച്ചൊക്കെ യത്നം ചെയ്ത് ആരംഭിക്കുന്ന സാധകന്മാർ പോലും ഇതിനെ കാണുന്നതാണ്. ഭഗവാൻ പറയണത് വലിയ യോഗികൾ മാത്രമല്ല, അല്പസ്വല്പമൊക്കെ ധ്യാനമൊക്കെ പരിശീലിച്ച് ജീവിക്കുന്ന സാധകന്മാർ തന്നെ ഈ വ്യക്തിയഭിമാന രൂപത്തിൽ ഉള്ളിലുള്ള ഈ ഭൂതത്തിനെ കാണും. ഭൂതം എന്ന് തന്നെയാണ് പറയണത് അതിന് ശാസ്ത്രം. ഭൂതാത്മാ എന്നാണ് പറയണത്. ആ ശരീരത്തിന്റെ ഉള്ളില് കുടികൊണ്ടിരിക്കുന്ന ഈ വ്യക്തി അഭിമാനത്തിന്, ഈ മൂവ്മെന്റിന്, ആ ജീവൻ എന്ന് പറയുന്ന, വ്യക്തി എന്ന് പറയുന്ന ഒരു ഭൂതം. അതാണ് നമ്മൾ പറയാ സാധാരണ ഗോസ്റ്റ്, പ്രേതം എന്നൊക്കെ പറയുമല്ലോ അല്ലെ. ശരീരമില്ലാത്ത മനുഷ്യനാണ് പ്രേതം, ശരീരമുള്ള പ്രേതമാണ് മനുഷ്യൻ. വലിയ വ്യത്യാസമൊന്നുമില്ല. അത് ശരീരമില്ലാത്തതുകൊണ്ട് ശരീരമുള്ളപ്പോൾ ഉപദ്രവിക്കുമെങ്കിൽ ശരീരം ഇല്ലാതായാലും ഉപദ്രവിക്കും. ശരീരമുള്ളപ്പോൾ പച്ചപ്പാവാണെങ്കിൽ ശരീരം ഇല്ലെങ്കിൽ പേടിക്കൊന്നും വേണ്ട. ഒന്നിന് ശരീരമുണ്ട്, വേറെ ഒന്നിന് ശരീരം ഇല്ല, അത്രയേ ഉള്ളൂ. രണ്ട് സാധനം ഒന്ന് തന്നെയാണ്. അപ്പോ ആ ഭൂതാത്മാവിനെ ധ്യാനം ചെയ്യുന്ന യോഗികളൊക്കെ കാണും എന്ന് പറയണം. നോക്കൂ അടുത്ത ശ്ലോകം. യതന്തോ യോഗിനശ്ചൈനം പശ്യന്ത്യാത്മന്യവസ്ഥിതം യതന്തോപി അകൃതാത്മാനഃ നൈനം പശ്യന്തി അചേതസഃ പ്രയത്നം കുർവന്തഃ സമാഹിതചിത്താഃ ഏനം പ്രകൃതം ആത്മാനം പശ്യന്തി. ഭഗവത്പാദൻ ഇവിടെ ആത്മസ്വരൂപ സാക്ഷാത്കാരമായിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ജീവാഹന്ത ഉണ്ടല്ലോ, അതിനെ തരണം ചെയ്ത് പ്രയത്നം ആത്മവിചാരം ചെയ്യുന്ന യോഗികള് സമാഹിത ചിത്തൻ മനസ്സിനെ ശാന്തമാക്കി ഈ ആത്മാവിനെ അയമഹമസ്മി ഇതി ഉപലഭന്തേ, ഈ ആത്മാ ഞാൻ തന്നെയാണ്, ഇതെന്റെ സ്വരൂപമാണ് എന്ന് സാക്ഷാത്കരിക്കുന്നു. അവരവരുടെ ബുദ്ധിയില് സാക്ഷാത്കരിക്കുന്നു. യതന്തഃ അപി, യത്നം ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തിലുള്ള ഈ വിചാരമാർഗം അറിയാത്തവരുണ്ടല്ലോ, ശാസ്ത്രാദി പ്രമാണൈ അകൃതാത്മാനഃ. ശാസ്ത്രം, ഉപനിഷത്ത്, വേദാന്തശാസ്ത്രത്തിന്റെ വഴിയിലല്ലാതെ തോന്നിയ പോലെയൊക്കെ ചിന്തകൾ പോകുന്നവര് അസംസ്കൃതാത്മാനഃ തപസാ ഇന്ദ്രിയജയേനച്ച ദുശ്ചരിതാത് അനുപരതാഹ. അവർക്ക് തപസ്സില്ല, ഇന്ദ്രിയ ജയമില്ല, അവര് വാസനകളൊന്നും ഇനിയും പോയിട്ടില്ല. അങ്ങനെയുള്ളവര് തീവ്രമായി യത്നം ചെയ്താലും വല്ല സിദ്ധികളൊക്കെ അവർക്ക് വരുമായിരിക്കും. അല്ലാതെ അവരുടെ മനസ്സ് ശാന്താവാത്തത് കൊണ്ട്, ഈ ആത്മദർശനം ലക്ഷ്യമില്ലാത്തത് കൊണ്ട്
യത്നം കൊണ്ട് മാത്രം ഇത് നേടാൻ ഒക്കില്ല. അശാന്തദർപ്പാത്മാനഃ പ്രയത്നം കുർവന്തഃ അപി ന പശ്യന്തി. പ്രയത്നം ചെയ്താലും ഉള്ളിൽ വാസന അഭിമാനമൊക്കെ ഉണ്ടെങ്കിൽ അയാൾ ഇതിൽ വന്നിട്ട് ആ വാസന അഭിമാനമൊക്കെ പുറപ്പെടും. അവർക്ക് ആത്മദർശനം ഉണ്ടാവില്ല, ജീവദർശനവും ഉണ്ടാവില്ല. ഈ ജീവൻ എന്ന് പറയുന്ന ഈ അഭിമാന രൂപത്തിലുള്ള ജീവൻ എന്ന് പറയുന്ന ഈ റിലേറ്റീവ് പ്ലെയിനിലുള്ള വസ്തു ഉണ്ടല്ലോ, അതിനെയും കാണാൻ ഒക്കില്ല. അതിനപ്പുറം പോയി ജീവൻ എന്നുള്ളതേ ഇല്ലാതെ ഏകവും അദ്വൈതവുമായ സത്യത്തിനെയും അവർക്ക് കാണാൻ ഒക്കില്ല. എന്താന്ന് വെച്ചാൽ അവർ കാണുന്നതൊക്കെ അവരുടെ അഭിമാനമാണ്. അവർ കണ്ണുമൂടിയൊക്കെ എത്ര ധ്യാനം ചെയ്താലും വാസനയും സംസ്കാരവും പോയിട്ടില്ല. വേണ്ട വിധത്തില് ശ്രവണമനന നിധിധ്യാസനങ്ങൾ ചെയ്തിട്ടില്ല. നല്ല സമ്പ്രദായത്തില് സത്യത്തിനെ അറിഞ്ഞിട്ടില്ല. അനുഷ്ഠാനാദികൾ കൊണ്ട് ഹൃദയം ശുദ്ധമല്ല. ഇനിയും കാമം ക്രോധം മുതലായിട്ടുള്ളതൊന്നും ഉള്ളിൽ പോയിട്ടില്ല. അങ്ങനെയുണ്ട്, ദർപ്പുണ്ട്, അഭിമാനമുണ്ട്. അപ്പൊ എന്താ? അശാന്തദർപ്പാത്മാനഃ. അശാന്തദർപ്പാഹ. ദർപ്പം എന്ന് വെച്ചാൽ അഹങ്കാരം പോകാത്ത ആളുകളുണ്ടല്ലോ, അവര് നല്ലവണ്ണം പ്രയത്നം ചെയ്താലും പ്രയത്നമൊക്കെ തന്നെ ഈ അഹങ്കാരം തിന്നുകളയും. അവർക്ക് അത് ഈ നൈനം പശ്യന്തി, ആത്മാവിനെ അവർ കാണില്ല. യത്പദം സർവസ്യ അവഭാസകമപി അഗ്നി ആദിത്യാദികം ജ്യോതി ച അവഭാസയത്തെ യത് പ്രാപ്താ ച മുമുക്ഷവഃ പുനഃ സംസാരാഭിമുഖാ ന നിവർത്തന്തെ യസ്യ ച പദസ്യ ഉപാധിഭേദം അനുവിധീയമാനാ ജീവാഃ ഘടാകാശാദയ ഇവ ആകാശസ്യ അംശാഃ തസ്യ പദസ്യ സർവാത്മത്വം സർവവ്യവഹാരാസ്പദത്വം ച വിവക്ഷുഃ. ചതുർഭിഃ ശ്ലോകൈഃ വിഭൂതി സംക്ഷേപം ആഹാ ഭഗവാൻ. അടുത്ത ശ്ലോകത്തിനുള്ള ആമുഖമാണ് ആചാര്യസ്വാമികൾ പറഞ്ഞത്. ഏതൊരു പരമപദത്തിനെ പ്രാപിച്ചാലാണോ എല്ലാ വ്യവഹാരങ്ങളുടെ ആസ്പദമായിട്ടുള്ള ആ സർവേശ്വരൻ അറിയപ്പെടുന്നത്, ആ ഭഗവാൻ അറിയപ്പെടുന്നത്. ആകാശത്തിനെ അറിഞ്ഞാൽ ഘടാകാശം മഠാകാശമൊക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതുപോലെ ആ പരമപദത്തിനെ അറിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ അറിയപ്പെട്ടിരിക്കണു. അതിന്റെ പ്രകാശം കൊണ്ടാണ് സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങളൊക്കെ പ്രകാശിക്കുന്നത് എന്ന് പറഞ്ഞു. ആ പരമപ്രകാശത്തിനെയാണ് ഭഗവാൻ ഇവിടെ ഇത്രയും നേരം നമുക്ക് പറഞ്ഞത്. അതിനെ സംക്ഷേപമായിട്ട് അതിനെ പൂർത്തീകരിക്കുകയാണ് അടുത്ത ശ്ലോകത്തില്. ശ്ലോകം നോക്കൂ. യദാദിത്യഗതം തേജഹാം ജഗദ്ഭാസയതേഖിലം യച്ഛന്ദ്രമസി യച്ഛാഗ്നൗ തത്തേജോ വിദ്ധി മാമകം. ഭഗവാൻ ജീവൻ എന്ന് പറഞ്ഞ് 4 ശ്ലോകങ്ങൾ ഇപ്പൊ പറഞ്ഞു. അതായത് മമൈവാംശോ ജീവലോകേ ജീവഭൂത സനാതനഃ എന്നൊരു ടോപ്പിക് തുടങ്ങി. അത് തുടങ്ങിയിട്ട് ശരീരം യഥവാപ്നോതി എന്ന ശ്ലോകം, ശ്രോത്രം ചക്ഷുസ്പർശനം ച എന്ന ശ്ലോകം, ഉത്ക്രാമന്തം എന്ന ശ്ലോകം, യതന്തോ യോഗിനശ്ചൈനം എന്ന ശ്ലോകം. ഈ 4 ശ്ലോകം. ഈ 4 ശ്ലോകങ്ങള് അവസാനിപ്പിക്കുമ്പോ ഭഗവാൻ ഇവിടെ അതിനൊരു സംക്ഷേപം ചെയ്യാൻ. ജീവൻ എന്ന് പറയണതും പരമാത്മാവിന്റെ ഒരു വിഭൂതിയാണ്, വിശേഷേണ ഉള്ള രൂപമാണത്. ഭഗവാന് പലതരം അവതാരങ്ങളൊക്കെ നമ്മൾ പറയുമല്ലോ. ജഗത്ത് ഒരു അവതാരമാണ്, അകത്ത് ജീവരൂപത്തിൽ ഒരു അവതാരമാണ്. ഈ ജീവൻ എന്ന് പറയുന്നതിന് എന്ത് എക്സ്പ്ലനേഷൻ കൊടുക്കും? ജീവൻ എന്താണ് എന്ന് നിങ്ങൾ ആരാഞ്ഞു നോക്കുമ്പോ അത് പൂർണ്ണ ബ്രഹ്മമാണ്, പരമേശ്വരനാണ്, ഭഗവാനാണ് എന്നുള്ളതാണ് സാക്ഷാത്കാരം. അപ്പൊ പിന്നെ ജീവൻ എന്ന് തോന്നിയതോ അത് അവതാരാണ്.
ജീവൻ എന്നുള്ളത് അവതാറാണ്, ജഗത് അവതാറാണ്. ഇവിടെ കാണുന്നതൊക്കെ അവതാറാണ്, മാനിഫെസ്റ്റേഷനാണ്. മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ആറായുമ്പോൾ അത് കാണില്ല. അതുകൊണ്ട് അതിനെ വിവർത്തം എന്ന് പറയും. രജ്ജു സർപ്പം പോലെയോ ഒരു മരീചിക പോലെയോ ഒക്കെ വെച്ചോളൂ. അത് അന്വേഷിച്ച് നോക്കുമ്പോൾ ഭഗവാനേ ഉള്ളൂ. അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു കാര്യത്തിനാണ് വിഭൂതി എന്ന് പറയുന്നത്. വിഭൂതി സ്ഥൂല പ്രപഞ്ചത്തിൽ അറിയപ്പെടുന്നതിന് വിഭൂതി നമ്മൾ പറയും. ശ്രീവൈഷ്ണവ സമ്പ്രദായത്തിൽ അവർ പറയും അന്തര്യാമി, ജീവൻ, അർച്ചാവതാരമൂർത്തി, അവതാരമൂർത്തി, ഇതൊക്കെ വിഭൂതികളാണ് അവർക്ക്. അതില് ഈ ജീവൻ എന്ന് പറയണത് ഭഗവാന്റെ ഒരു വിഭൂതിയാണ്. അന്തര്യാമി എന്ന് പറയണതും ആ വിഭൂതിയാണ്. ആ വിഭൂതിയെ സംക്ഷേപം ചെയ്യാണ് ഇവിടെ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളും ഒക്കെ വിഭൂതിയാണ്. ഇതിലൊക്കെ കാണുന്ന തേജസ് ഭഗവാന്റെ തേജസ്സാണ്. യദാദിത്യഗതം തേജ, ആദിത്യ ആശ്രയം തേജ. ആദിത്യനിലുള്ള ദീപ്തി, പ്രകാശം ഉണ്ടല്ലോ, അത് യത് ചന്ദ്രമസി, ചന്ദ്രനിൽ ഏതൊന്ന് പ്രകാശിക്കുന്നു അത്. യച്ച അഗ്നവും, അഗ്നിയിൽ യാതൊന്ന് പ്രകാശിക്കണു അത്. ഭഗവാൻ പറഞ്ഞു അത് എന്റെ തേജസ്സാണ്. തത്തേജോ വിദ്ധി മാമകം. സൂര്യന്റെ ഉള്ളില് ഉള്ള പ്രകാശം, സൂര്യപ്രകാശം കൊണ്ടാണ് ഇവിടെ ജീവൻ ഉണ്ടാവുന്നത്. സൂര്യനില് ജീവനുണ്ടോ എന്നാണ് ഇപ്പൊ റിസർച്ച്. സൂര്യനെ ജീവനാണ്, ചൈതന്യമാണ്. ചൈതന്യമയമായ ജീവൻ സൂര്യമണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്ന് ആര് കണ്ടു? നിങ്ങളുടെ കോൺസെപ്റ്റ് ഓഫ് ജീവ ഈസ് വെരി വെരി ലിമിറ്റഡ്. 0 ഡിഗ്രിക്ക് പോയ ചത്തുപോകുന്ന ജീവന്മാരാണ് നമ്മളൊക്കെ, അല്ലേ? അതിന്റെ ചോട്ടിലുള്ള സ്ഥലത്ത് പോയി അവിടെ ജീവിക്കുന്ന ആളുകളുണ്ട്. ആ പ്രകാശമണ്ഡലത്തിൽ ജീവിക്കാനുള്ള ആളുകളും ഉണ്ട്. ഇവിടെ തപസ്സൊക്കെ ചെയ്യുന്ന ആളുകള് സൂര്യദ്വാരത്തിലൂടെയാ പോവാന്നാണ് വേദം പറയണത്. തേ സൂര്യദ്വാരേണ വിരജാഹ പ്രയാന്തി എത്രാമതഃ പുരുഷോ ഹി അവ്യയാത്മാ. സൂര്യദ്വാരേണ വിരജാഹ പ്രയാന്തി. അപ്പൊ സൂര്യദ്വാരം, സൂര്യനൊരു ജീവന്റെ യാത്രാമണ്ഡലാണ്. അപ്പൊ സൂര്യൻ പ്രകാശമാനമായ ആദിത്യ തേജസ്. ഓഷധി വനസ്പതികളൊക്കെ ചന്ദ്രന്റെ പ്രകാശം. ചന്ദ്രന്റെ വെളിച്ചമുണ്ടല്ലോ, അതിന്നാണ് ഓഷധികളിലേക്കൊക്കെ ഈ മരുന്നൊക്കെ ഇറങ്ങുന്നത്. അതുകൊണ്ട് രാത്രി നല്ല പൗർണമിയിലൊക്കെ ഇട്ട് ചില ഓഷധികളൊക്കെ ഉണക്കിയെടുക്കും. ചന്ദ്രന്റെ വെളിച്ചം തട്ടണം എന്നാണ്. ചന്ദ്രന്റെ വെളിച്ചം അതിലേക്ക് തട്ടണം. അഗ്നി, ഇതൊക്കെ എന്താണോ അതിനകത്ത് പ്രകാശം, ആ തേജസ് ഉണ്ടല്ലോ, അതിന്റെ സ്വഭാവം, അത് എന്റെ തേജസ്സാണ് ഹേ അർജുന. അതൊക്കെ മാമകം മദീയം വിഷ്ണോഹോ ജ്യോതിഹി. അപ്പോ സർവത്ര തന്നെയാണല്ലോ. ഇനിയിപ്പോ സൂര്യൻ ചന്ദ്രനൊക്കെ എന്തിനു പറയണു എന്ന് വെച്ചാൽ പ്രത്യേകം വളരെ പ്രകാശമാനമായി കാണുന്ന വിഭൂതി ആയതുകൊണ്ട് അതൊക്കെ എടുത്തു. ചിലതൊക്കെ പ്രത്യേകമായി ലോകത്തിൽ വിഭൂതി എന്ന് കാണുന്ന പോലെ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഇതൊക്കെ എടുക്കുകയാണ്. ഇനി ഓരോന്നായിട്ട് ഭഗവാൻ പറഞ്ഞു വരുന്നു. നാളെ നമ്മളിത് ഓരോന്നായിട്ട് കാണാം. വൈദിക സമ്പ്രദായമാണത്. ഈ അധ്യായം മുഴുവനും വേദമാണ്. വേദവിത്ത് എന്ന് പറഞ്ഞല്ലോ ഭഗവാൻ. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, ഭൂമി, ഓഷധികള്, വനസ്പതികള്, നമ്മളുടെ ശരീരത്തിനുള്ളിൽ വൈശ്വാനരൻ, ഈ അന്തര്യാമിയെ ആരാധിക്കല് തന്നെയാണ് വൈദിക കർമാനുഷ്ഠാനങ്ങളൊക്കെ. അതിന്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഗീത. ഇപ്പൊ ഗീതാധ്യയനം ചെയ്താൽ വേദാധ്യയനാണെന്ന് പറഞ്ഞു വന്നു. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് പറഞ്ഞു. വൈദികമായ കർമാനുഷ്ഠാനങ്ങൾക്കൊക്കെ അർത്ഥം അറിയണമെങ്കിൽ ഗീത വേണം. ഇല്ലെങ്കിൽ മനസ്സിലാവില്ല. കുറെ എന്തൊക്കെയോ ചെയ്യും. ആ കർമാനുഷ്ഠാനങ്ങൾക്ക് മുഴുവൻ ഭഗവാൻ വ്യാഖ്യാനം എഴുതി ഈ ഭഗവത്ഗീതയിലെ
അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് പറഞ്ഞത്. അതൊക്കെ തന്നെ അന്തര്യാമിയെ ആരാധിക്കലാണ്. നമ്മൾ പറഞ്ഞല്ലോ, ജീവരൂപേണ ഉള്ള അറ്റ്ലീസ്റ്റ് ഫിസിക്കൽ പ്ലെയിനിൽ നിന്നും ജീവൻ എന്നുള്ള പ്ലെയിനിലേക്കെങ്കിലും പോവാം. അത് പോവാൻ കഴിയാത്തത് കൊണ്ടാണ് നമുക്ക് മെഡിക്കൽ സയൻസ് ഒക്കെ വെറും ദേ ട്രീറ്റ് യു ലൈക്ക് സം ഡോൾ അല്ലേ. അവർക്ക് കിട്ടിയ ഒരു സാധനം, അത് ഉള്ളിലൊരു ജീവനുണ്ട്, അതിനകത്തൊരു അന്തര്യാമയുണ്ട് എന്നൊക്കെ ആ ശാസ്ത്രത്തിന് ബോധ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു ആദരവും ഇതൊക്കെ ഉണ്ടാവും അതിനകത്ത്. അല്ലെങ്കിൽ അതൊരു സാധനം, ഒരു കേസ് എന്നാണ് പറയാ അവര്. ഒരു സാധനമാണ് നമ്മൾ അവർക്ക്. അതിനകത്ത് അന്തര്യാമിയായ സർവേശ്വരനുണ്ട്. ആ സർവേശ്വരൻ പ്രസാദിച്ചാലേ രോഗം മാറണമെന്നുണ്ടെങ്കിൽ മാറും. വേദ്യോ വൈദ്യ സദായോഗി ഭേഷജം വിഷക് ഒക്കെ ഭഗവാനാണ്. ആ അന്തര്യാമിയുടെ പ്രസാദമില്ലാതെ, അദ്ദേഹത്തിന്റെ സമ്മതമില്ലാതെ ഒരു വൈദ്യനും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ആയുർവേദത്തിൽ അറിയാം, സമ്പ്രദായമായിട്ടുള്ള ആയുർവേദത്തിൽ അറിയാം. ഇപ്പോഴത്തെ ആയുർവേദത്തിലല്ല. ഇപ്പൊ ആയുർവേദക്കാരൊക്കെ അലോപ്പതി ഭക്തന്മാരാണ്. എൻ്റെ അടുത്ത് നമ്മളുടെ വളരെ ക്ലോസ് ആയിട്ടുള്ള വൈദ്യൻ തന്നെ പറഞ്ഞു, സ്വാമി ഇതൊന്ന് പറയണം എന്ന് പറഞ്ഞു. ആയുർവേദക്കാർ അലോപ്പതിക്കാരെ പോലെ ആവാനാണ് നോക്കണത്. അലോപ്പതിക്കാരാണ് ആയുർവേദത്തിനെ കണ്ട് പഠിക്കേണ്ടത് പല കാര്യങ്ങളും. ചിലതൊക്കെ, എല്ലാം ഒന്നും ഒരു ശാസ്ത്രവും പെർഫെക്റ്റ് അല്ല. പക്ഷെ ഈ ആദരവൊക്കെ ആയുർവേദത്തില് കിട്ടണ ഒരു വിഷയമാണ്. ഇതിനകത്ത് ഈ ആദരവ് വേണം. അത് അലോപ്പതിയിൽ വന്നാൽ അലോപ്പതിയും ദിവ്യമായ ശാസ്ത്രമാണ്. ഒന്നും ജഗത്പതിയെ കണ്ടിട്ടുള്ള പതിയായിരിക്കണം എന്ന് മാത്രം. അത് അലോപ്പതിയോ നാച്ചുറോപ്പതിയോ ഹോമിയോപ്പതിയോ, ആ ജഗത്പതി അതിനകത്തുണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് ചികിത്സ ഏത് മരുന്ന് കൊടുത്താലും ഇഫക്റ്റ് ആവും, നല്ലതാവും, ആരാധനയാവും. അതിനകത്ത് അന്തര്യാമിയായ ഭഗവാനുണ്ട് എന്നറിയണം. ആ വിദ്യയാണ് വേദം, വേറെ ഒന്നുമില്ല. വേദം എന്ന് അത്രയേ ഉള്ളൂ. അന്തര്യാമിയായ ഭഗവാനെ കണ്ട് വിശക്കണ ശരീരത്തിന് അന്നം കൊടുക്കുക, വസ്ത്രമില്ലെങ്കിൽ വസ്ത്രം കൊടുക്കുക. ഇത് അന്തര്യാമിയായ ഭഗവാനെ കാണാതെ കൊടുത്താൽ അഹങ്കാരം കൊടുക്കണു, അഹങ്കാരം സ്വീകരിക്കണു. അതിന് സോഷ്യൽ സർവീസ് എന്ന് പേര്. അന്തര്യാമിയെ കണ്ടുകൊണ്ട് കൊടുത്താൽ അതിന് അന്തര്യാമി വിദ്യ എന്ന് പേര്. അധ്യാത്മമായിട്ട് പോകും. രണ്ടും പുറമേക്ക് ഒരേപോലെ ഉണ്ടാവും. സോഷ്യൽ സർവീസും സ്പിരിച്വലായിട്ട് ചെയ്യണതും പുറമേക്ക് ആചാരത്തിൽ വ്യത്യാസമില്ല. സോഷ്യൽ സർവീസ് ചെയ്താൽ പുണ്യമുണ്ടാവും, ഇഷ്ടാപൂർത്തം എന്ന് പറയും. അന്തര്യാമിയായിട്ട് കണ്ട് ചെയ്താൽ ഭക്തി ഉണ്ടാവും, ഭഗവത് അനുഭൂതി ഉണ്ടാവും. അപ്പോ ഈ ഇഷ്ടാപൂർത്ത കർമ്മമല്ല, ഇത് അന്തര്യാമി ആരാധനയാണ്. അത് ഇത്തിരി തപസ് വേണം. ഓരോന്നും ആ ജീവനെ കാണാനുള്ള ശക്തി വേണമല്ലോ. പശ്യന്തി ജ്ഞാനചക്ഷുഷ. അപ്പോ അന്തര്യാമിയായ ഭഗവാനാണ് കൊടുക്കുന്നത്. ഭാഗവതത്തില് കപില ഭഗവാൻ പറയണു, അഥമാം സർവേഷു ഭൂതേഷു ഭൂതാത്മാനം കൃതാലയം അർഹയേത് ദാനമാനാഭ്യാം മൈത്രിയ അഭിന്നേന ചക്ഷുഷ. സർവഭൂതങ്ങളിലും ഭൂതാത്മാവായി അന്തര്യാമിയായിട്ടിരിക്കണ എന്നെ ആരാധിക്കാം മൈത്രീഭാവത്തോടുകൂടെ, അഭിന്നഭാവത്തോടുകൂടെ. ഏതൊക്കെ വിധത്തില് എന്തൊക്കെ കൊടുക്കാനും സേവ ചെയ്യാനും ഒക്കെ കഴിയുമോ അതൊക്കെ ഭഗവാനാണോ കൊടുക്കണതെന്ന് വിചാരിച്ച. അല്ലെങ്കിൽ ഒരാൾക്കല്ല. ഒരു അന്നം കൊടുക്കുമ്പോൾ ഒരു വ്യക്തിക്കല്ല, അന്തര്യാമിയായ ഭഗവാനെ കൊടുക്കണം. വൈശ്വാനരനായിട്ടുള്ള ഭഗവാനെ കൊടുക്കണം. വസ്ത്രം കൊടുക്കുമ്പോൾ അന്തര്യാമിയായ ഭഗവാനാണോ കൊടുക്കുന്നത്? ഇതം പാദ്യം വസ്ത്രം ആഭരണം മാല്യം ഗന്ധം ധൂപം ദീപം எல்லாம் பண்றோமோ இல்லையோ, இதெல்லாமே வாஸ்தவமாவே வெளிப்படையா பண்ணணும். அது பண்றதுக்கு ஒரு ட்ரெயினிங் தான் கோவில்ல சுவாமிக்கு பண்றது. இன்னைக்கு வெள்ளிக்கிழமை ஒண்ணுமில்லை போ அப்படின்னு சொல்லப்படாது. வாசல்ல வர்த்த ஈஸ்வரன் வாசல்ல வந்து நின்று இருக்கிற போது உள்ள தடபுடலா இவன் பூஜை பண்ணிட்டு இருக்கான். அப்ப பகவான் கபில பகவான் சொல்றார், குருதே அர்ச்சா விடம்பனம். പൂജ എന്നുള്ള പേരിൽ എന്നെ അപമാനിക്കുകയാണ്, പ്രഹസനം, ഇരുത്തി ചീത്ത വിളിക്കുകയാണെന്നാണ്. അതുകൊണ്ട് പൂജ ചെയ്യേണ്ടെന്നല്ല, പൂജ കൊണ്ട് ആരാധന, അത് ഉപാസനയാണ്. അതൊരു തരം
മെഡിറ്റേഷനാണ്, ഒരു പ്രാക്ടീസ് ടു കൾട്ടിവേറ്റ് ആൻഡ് റീഫൈൻ യുവർ ഇന്നർ റെൽഫ്. ഉള്ളിൽ ശുദ്ധമാക്കി ആർദ്രഭാവം കൊണ്ടുവരണു. അത് വ്യവഹാരത്തിലും വരണം എന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതെ അത് ഇതിപ്പോ പറഞ്ഞതുകൊണ്ട് പൂജയെ കളിയാക്കി പൂജ വേണ്ട വയ്ക്കാൻ പാടില്ല. അത് പതുക്കെ പതുക്കെ അന്തര്യാമിയായി സർവഭൂതങ്ങളിലും ഇരിക്കണ ഭഗവാനെ കാണുന്നവരെ പോണം എന്ന് പറഞ്ഞു കപില ഭഗവാൻ. അങ്ങനെ പോണം. അങ്ങനെ സാധിക്കുമെങ്കിൽ എന്നുവെച്ചാൽ അവരവരുടെ സ്വധർമ്മം കൊണ്ട് ആരാധിച്ചാൽ മതി. അല്ലാതെ ആരാധിക്കാന്ന് വെച്ചാൽ നാളെ ഒരു ചൊമ്പ് വെള്ളവും ഒരു കുപ്പിയിൽ പാലും എടുത്ത് വഴിയിൽ കണ്ട ആളെ പിടിച്ചിരുത്തി അഭിഷേകം ചെയ്താൽ നിങ്ങളെ കണ്ട ആളുകളോടും. പിന്നെ ഇന്നലെ ഗീത പറഞ്ഞപ്പോ പറഞ്ഞു എല്ലാവർക്കും പൂജ ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ പിന്നെ നാളികേരം ഉടച്ച് തലയിൽ അഭിഷേകമൊക്കെ ചെയ്യാൻ പാടില്ല. ചെയ്ത് കളയും നമ്മുടെ ആളുകളല്ലേ, ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പറയണത് നിങ്ങൾ കേൾക്കുന്നത് നടുവിൽ എന്തൊക്കെ നടക്കണമെന്ന് ആർക്കറിയും അല്ലേ? കുറെ കഴിഞ്ഞിട്ട് ആളുകൾ വന്ന് ചോദിക്കുമ്പോഴാണോ ഇങ്ങനെയൊക്കെയാണ് ഇവർ മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവണത്. അതുകൊണ്ട് പലപ്പോഴും ഈ ഫീഡ്ബാക്കേ എനിക്ക് പറ്റില്ല. എന്താന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രഭാഷണം നിർത്തി കാശിക്ക് പോവുകയേ വഴിയുള്ളൂ. ഇതിപ്പോ നിങ്ങൾക്കൊക്കെ നല്ലവണ്ണം മനസ്സിലാവേണ്ടെന്നുള്ള സന്തോഷത്തിലാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോൾ ഫീഡ്ബാക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ ഷോക്കായി കളയും, ഹാർട്ട് അറ്റാക്ക് വന്നു കളയും. അതുകൊണ്ട് ഫീഡ്ബാക്ക് കിട്ടാതിരിക്കുന്നിടത്തോളം കാലം സന്തോഷം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം.